Hello friends, last class we discussed about the simple chapter set relation and function. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലിവിങ് ഓർ നോൺ ലിവിങ് തിങ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റുകൾ ചേർത്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക സെറ്റ് എന്ന് പറയുക. സെറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്ട്രിക്ട് ഒബ്ജക്ട്. ഓക്കെ അല്ലെ. ഇതായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഇങ്ങനെ ഒരു സെറ്റ് ആക്കി എഴുതാണെന്നുണ്ടെങ്കിൽ അതിനെ റോസ്റ്റർ ഫോം എന്ന് പറയും. അതേ സംഭവത്തിനെ തന്നെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതാണെന്നുണ്ടെങ്കിൽ അതിന് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് പോലെയാണ് എഴുതുന്നത്, ആ സെറ്റിന് സ്റ്റേറ്റ്മെന്റ് പോലെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിനെ റോസ്റ്റർ ഫോം സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. ഓക്കെ അല്ലെ. പിന്നെ അതുമായിട്ട് നമുക്ക് നോക്കാനുള്ളത് എലമെന്റ്സ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ സെറ്റ് നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സെറ്റ് എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നോക്കാനുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഈ സെറ്റിലുള്ള ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സിനൊക്കെ നമ്മൾ എങ്ങനെയാ പറയാ എലമെന്റ് ആണെന്നാ പറയാം. അതിനെന്താ പറയാ എലമെന്റ് ആണെന്നാ പറയാ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൽ സെറ്റ് എയിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എ കോമ ഇ കോമ ഐ കോമ 0 യു ആണ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുക. എ എലമെന്റ് ഓഫ് ഇ. എ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ എ എന്ന് സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിന്റെ എലമെന്റ് ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത നോട്ട് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വരച്ചിട്ട് ഒരു സ്ലാഷ് വരയ്ക്കുക. ഈ വരച്ചിട്ട് ഒരു സ്ലാഷ് വരയ്ക്കുകയാണെങ്കിൽ അത് നോട്ട് എലമെന്റ് ആയി. 3 ഈസ് നോട്ട് എലമെന്റ് ഓഫ് ബി. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് നോക്കാനുള്ളത് സബ്സെറ്റ്. പി ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ. അങ്ങനെ നമ്മൾ എഴുതാം പി ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ. ഓക്കെ. സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് ഇത്. സി എന്ന് പറഞ്ഞത് വലുതാക്കി എഴുതുന്നതിനാണ് സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യുക. അതിന്റെ സീന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. സബ്സെറ്റ്, സൂപ്പർ സെറ്റ്. സി കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് എന്തായിരിക്കും? സൂപ്പർ സെറ്റ് ആയിരിക്കും കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് സബ്സെറ്റും ആയിരിക്കും. ഓക്കെ അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് പ്രോപ്പർ സെറ്റ്. പ്രോപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാണെങ്കിൽ അത് പ്രോപ്പർ സെറ്റ് എന്നാണ് പറയാം. പിന്നെ ഒരു സബ്സെറ്റ് ആയിട്ട് ഒന്നുമില്ല, ഒരു സെറ്റിന് സബ്സെറ്റ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ. സബ്സെറ്റ് വരാണ്ടിരിക്കുക എന്തിനായിരിക്കും? നൾ സെറ്റിനായിരിക്കും. സബ്സെറ്റ് വരാണ്ടിരിക്കാൻ നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് രണ്ട് സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഈ രണ്ട് സിമ്പിൾസ് മാത്രമേ നമ്മൾ നൾ സെറ്റിന് യൂസ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ സബ്സെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് n/2n ആണ്. ഓക്കെ. നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2n ആണ്. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് യൂണിയനും ഇന്റർസെക്ഷനും ആയിരുന്നു. ഇന്റർസെക്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക ബി. അതിനെ എ ഇന്റർസെക്ഷൻ ബി. ഇതിനെന്താ വായിക്കുക? എ ഇന്റർസെക്ഷൻ ബി എന്നാട്ടോ വായിക്കുക. ഇന്റർസെക്ഷൻ. ഓക്കെ. രണ്ട് എണ്ണത്തിലുള്ള കോമൺ ആയിട്ടുള്ളത് എടുത്ത് എഴുതുന്നതിനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഉണ്ട്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 കോമൺ ആണ്. 2 കോമൺ ആണോ? 2 കോമൺ അല്ല. 2 കോമൺ അല്ല. കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3 കോമൺ ആണ്, വേറെ 15 കോമൺ ആണ്, 6 കോമൺ ആണ് അല്ലെ. അപ്പൊ ഈ 3 നമ്പേഴ്സ് ആണ് എന്ത് പറയുന്നത്? ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ 3 എണ്ണം ഉണ്ട് എന്ന് വിചാരിക്കാം. സി എന്ന് പറഞ്ഞൊരു സെറ്റും കൂടെ ഉണ്ട്, 2, 5, 6. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്? കോമൺ ആയിട്ട് ഒരു നമ്പേഴ്സും ഇല്ല. പിന്നെ നമുക്ക് ബിയും സിയും തമ്മിൽ കോമൺ ആയിട്ടുള്ള ചെക്ക് ചെയ്യേണ്ടത്. ബിയും സിയും കോമൺ ആയിട്ട് ഏതാ വരുന്നത്? ബിയും സിയും കോമൺ ആയിട്ടൊന്നും വരുന്നില്ല. കോമൺ ആയിട്ടൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കോമൺ ആയിട്ടൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സെറ്റ് നൾ സെറ്റ് ആണെന്നാണ് അർത്ഥം. നൾ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 2 സിമ്പിളായിരുന്നു. ഒന്ന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഒന്ന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ. അല്ലാതെ കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് യൂണിയൻ ആണ്. എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? യൂണിയൻ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇത് നമ്മൾ എന്താ വായിക്കുക? എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിനെയും കൂടി ഒന്നാക്കി എഴുതുന്നതിനാണ് എ യൂണിയൻ ബി. ഓക്കെ അല്ലെ. ഫസ്റ്റ് 2 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 6 എഴുതി, പിന്നെ 10 എഴുതി, പിന്നെ 15 എഴുതി, പിന്നെ ഇതിൽ 18 എഴുതി, പിന്നെ ഇതിൽ 21 എഴുതി, ഇതിൽ 24 എഴുതി. രണ്ടും കൂടി ഒന്നാക്കി എഴുതുന്നതിനാണ് യൂണിയൻ എന്ന് പറയാം. അതിന്റെ സിംഗിൾ ടോൺ സെറ്റ് എന്ന് പറയുന്നത് ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ടോൺ സെറ്റ് എന്ന് പറയും. ഒറ്റ എലമെന്റ് മാത്രമാണ് ആ സെറ്റിലുള്ള. ഇപ്പൊ സപ്പോസ് സെറ്റ് ഓഫ് 1 ആണെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ ടോൺ സെറ്റ്. സെറ്റ് ഓഫ് എ മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റ് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ ടോൺ സെറ്റ് ആണ് കേട്ടോ. ഇനി ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത് രണ്ട് സെറ്റുകൾ തമ്മിൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ സെറ്റ് ആണ്. അത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രമല്ല അതിലുള്ള നമ്പേഴ്സും കൂടി ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇതിൽ 2, 4, 6 അല്ല. അടുത്ത സെറ്റിൽ എന്ത് തന്നെ വരണം? 2, 4, 6 തന്നെ വരണം. ഓക്കെ അല്ല. അതിന്റെ ഓർഡറിൽ പ്രസക്തി ഇല്ല, പക്ഷെ ആ നമ്പേഴ്സ് സെയിം ആയിട്ട് തന്നെ വരണം. ഓക്കെ അല്ലേ.
അങ്ങനെയാണെങ്കിൽ അതിനെന്താ പറയാ, സിംഗിൾട്ടൺ സെറ്റ് എന്നാണ് പറയുന്നത്. ഇതിന് കുറച്ച് രണ്ട് റീമാർക്സ് ആണ് പഠിക്കാനുള്ളത്. രണ്ട് റീമാർക്സ് വരുന്നത് ഓർഡർ, ഇപ്പൊ എന്ത് ഓർഡറിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ 1,2,3 എഴുതിയാലും 3,2,1 ആണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഓർഡറിന് പ്രശ്നമില്ല. അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ വരാണെങ്കിൽ അത് മീനിങ്ലെസ് ആണെന്നാണ് അർത്ഥം. അപ്പം സെറ്റിൽ ഇപ്പോൾ 1,4 ആണെന്ന് വിചാരിക്കുക. 1,4 ആണെന്നുണ്ടെങ്കിൽ ഇത് മീനിങ്ലെസ് ആണ്. ഇത് എന്തിന് ഈക്വൽ ആണ്? 1,4ന് ഈക്വൽ ആണ്. ഓക്കെ അല്ലെ? ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് സെറ്റ് ആണ് അടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കോംപ്ലിമെന്റ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുക പീന്റെ മുകളിൽ ഒന്നൊക്കെ സി എന്ന് എഴുതും, പീന്റെ മുകളിൽ ഒരു 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ പി ഡാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഈ 3 രീതിയിലാണ് നമ്മൾ കോംപ്ലിമെന്റ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ അല്ലെ? കോംപ്ലിമെന്റ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, കോംപ്ലിമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവുക, ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ സെറ്റിലുള്ള എലമെന്റ്സ് കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിചാരിക്കുക, 0 to 9 വരെ. അതിൽ പി എന്ന് പറഞ്ഞ സെറ്റിൽ 0ഉം 2ഉം 4ഉം 6ഉം 8ഉം ആണ്. അപ്പൊ ഇത് കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെന്റ് 0 ഒഴിവാക്കാം, 2 ഒഴിവാക്കാം, 4 ഒഴിവാക്കാം, 6 ഒഴിവാക്കാം, 8 ഒഴിവാക്കാം. അപ്പൊ പി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക? 1, 3, 5, 7, 9. 1, 3, 5, 7, 9. ഇതിനാണ് എന്ത് പറയുന്നത്? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇതിനാണ് എന്ത് പറയാ? കോംപ്ലിമെന്റ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാട്ടോ. പിന്നെ പി യൂണിയൻ ക്യൂ കോംപ്ലിമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. പി യൂണിയൻ ക്യൂ കോംപ്ലിമെന്റ് ആണെന്നുണ്ടെങ്കിൽ പി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ പി ഇന്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെന്റ് ആണെന്നുണ്ടെങ്കിൽ പി കോംപ്ലിമെന്റ് യൂണിയൻ ക്യൂ കോംപ്ലിമെന്റ്. ഇവിടെ ഉള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരെ. രണ്ടിനും സെപ്പറേറ്റ് കോംപ്ലിമെന്റ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. ഇതിനാണ് നമ്മൾ ഡിമോർഗൻസ് ലോ എന്ന് പറയാം. ഓക്കെ അല്ലേ? പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് വെൻ ഡയഗ്രാം. ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യും, അതിനാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇപ്പൊ ഈ യൂണിയന് ഇന്റർസെക്ഷൻ ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക, അതിനാണ് വെൻ ഡയഗ്രാം എന്ന് പറയാം. ഇപ്പൊ ഇന്റർസെക്ഷൻ ആണ്, എ ഇന്റർസെക്ഷൻ ബി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന വാല്യൂസ് ആയിരിക്കും ഇന്റർസെക്ഷൻ. രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്നതിനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയാം. ഇനിയിപ്പോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് യൂണിയൻ ആണെന്ന് വിചാരിക്കട്ടെ. യൂണിയൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളതാണ് ഇതിൽ മൊത്തത്തിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? എ യൂണിയൻ ബി എന്ന് പറയാ. ഓക്കെ അല്ലേ? ഇവിടെ വരുന്നത് കോംപ്ലിമെന്റ്, ഔട്ട് സൈഡിൽ വരുന്നത് യൂണിയൻ. ഓക്കെ അല്ലെ? ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് ഇന്റർസെക്ഷന്, ഇത് രണ്ടും കൂടി ആ ഗ്രീൻ പാർട്ടും ഈ റെഡ് പാർട്ടും കൂടി വരുന്നതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഔട്ടർ ഏരിയ, ഈ ബോക്സിന്റെ ഈ ഔട്ടർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ആണ് കേട്ടോ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് ഈ ഔട്ടർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കോംപ്ലിമെന്റ് ആണ് ഈ ഔട്ടർ ഏരിയ വരുന്നത്. ഇതിലല്ലാണ്ട് ബട്ട് പുറത്തുള്ള എലമെന്റിനാണ് കോംപ്ലിമെന്റ് എന്ന് പറയും. ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തതാണ് കോംപ്ലിമെന്റ് ആയിട്ട് വരാം. ഓക്കെ അല്ല? ഇനി 3 വരുന്ന കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്നാണ് ഇതിനെ പറയാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ കേട്ടോ. കാർട്ടീഷ്യൻ ഇക്വേഷൻ n ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. n ഓഫ് എ യൂണിയൻ ബിയും അതേപോലെ തന്നെ 3 വരുന്ന കേസും n ഓഫ് പി യൂണിയൻ ക്യൂ യൂണിയൻ ആർ ഈക്വൽ ടു n ഓഫ് പി പ്ലസ് n ഓഫ് ക്യൂ പ്ലസ് n ഓഫ് ആർ മൈനസ് n ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ മൈനസ് n ഓഫ് ക്യൂ ഇന്റർസെക്ഷൻ ആർ മൈനസ് n ഓഫ് പി ഇന്റർസെക്ഷൻ ആർ. ഇത് കാണുമ്പോൾ വലുതായിട്ട് തോന്നും, പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, പഠിക്കാൻ നല്ല സിമ്പിൾ ആണ്. ഫസ്റ്റ് 2 വരുന്ന കേസ് അത് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യുക. നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട n ഓഫ് എ യൂണിയൻ ബി ആണെന്നുണ്ടെങ്കിൽ ഈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് ഇത് കിട്ടും. ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാൽ മതി. ഓക്കെ അല്ലേ? ഇനി 3 വരുന്ന കേസ് n ഓഫ്
എ യൂണിയൻ ബി യൂണിയൻ സി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇത് സെപ്പറേറ്റ് ആഡ് ചെയ്യാം. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി സെപ്പറേറ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ മൈനസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മൈനസ് ചെയ്യുക. എന്ത്? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ യൂണിയൻ അല്ല, നമ്മൾ ഇവിടത്തേക്ക് എന്താവും? ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. അടുത്ത് എന്തായിരിക്കും വരാം? മൈനസ് എൻ ഓഫ് സൈക്ലിക്ക് പോലെ എയും ബിയും ബിയും സിയും വന്നു. അടുത്തത് എയും സിയും. ഓക്കെ അല്ലെ? മൈനസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്യുക. മൂന്നും കൂടി ഇന്റർസെക്ട് ചെയ്തതിനോട് ആഡ് ചെയ്യുക. കാണുന്നുണ്ടോ? മൈനസ് ചെയ്യുക. അതിനുശേഷം മൂന്നും കൂടി ആഡ് ചെയ്യാം. ഓക്കെ അല്ല? മൂന്നും കൂടി ഉള്ള ഇന്റർസെക്ഷന് ആഡ് ചെയ്യാം. ഓക്കെ, മൂന്നും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതാണ് ഇക്വേഷൻ. ഫസ്റ്റ് സെപ്പറേറ്റ് ആഡ് ചെയ്യുക, പിന്നെ രണ്ടെണ്ണം വരുന്ന ഇന്റർസെക്ഷൻ മൈനസ് ചെയ്യുക, പിന്നെ ലാസ്റ്റ് മൂന്നും കൂടി വരുന്ന ഇന്റർസെക്ഷൻ ആഡ് ചെയ്യാം. ഇക്വേഷൻ സിമ്പിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് പഠിക്കുക. ഇത്രയും ടോപ്പിക് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് എക്സസൈസ് 7th ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് സെറ്റ്. അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് സെറ്റ്. പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ 1ഉം 2ഉം ആണ്. ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, അതിൽ 3ഉം 4ഉം ആണെന്നുണ്ടെങ്കിൽ എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറയാം. അത് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടാം എ കോമ ബി എന്നുള്ള ഫോർമാറ്റിലാണ് കിട്ടുക. ഓക്കെ, അതിൽ എ എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് എയിലാണ്, സെറ്റ് എയിലെ എലമെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് സെറ്റ് ബിയിലതായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ എ ഇൻറ്റു ബി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ത് എഴുതണം? എ കോമ ബി അല്ലേ? എ എന്ന് പറയുന്നത് ഫസ്റ്റത്തത് എന്താ വരാ? 1 അല്ലേ? 1,3 എന്ന് വരും. ഓക്കെ, പിന്നെ 1,4 എന്ന് വരും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വരാം 2,3 പിന്നെ 2,4. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്തു. ഇതിനാണ് എന്ത് പറയാ? പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറയാം. ഓക്കെ അല്ല? ഇതിനാണ് എന്ത് പറയാ? പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറയാം. ഈ പ്രൊഡക്റ്റ് സെറ്റിൽ എത്ര നമ്പർ ഓഫ് പ്രൊഡക്ട്സ് വരും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ നമ്പർ ഓഫ് എൻ ഓഫ് എത്ര വരുന്നത്? 2 അല്ലേ? 2 നമ്പർ ഓഫ് എലമെന്റ് അല്ലേ വരുന്നത്? ബിയിലും എത്ര തന്നെ വരുന്നത്? 2 എന്നല്ലേ വരുന്നത്? അപ്പൊ തമ്മിൽ മൾട്ടിപ്ലൈ തമ്മിൽ 2 × 2 4. ആ 4 സെറ്റുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 4 കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നാട്ട പറയാം. 4 കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് പ്രൊഡക്റ്റ് സെറ്റിൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ്. ഇതിലുള്ള രണ്ടെണ്ണത്തിലും നമ്പർ ഓഫ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര നമ്പർ ഓഫ് പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ള കാര്യം കിട്ടും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് സെറ്റ് കണ്ടുപിടിക്കുക. ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് നോക്കാനുള്ള ടോപ്പിക് അതേപോലെ തന്നെ ഇപ്പൊ എ ഇൻറ്റു ബി എന്ന് പറയുന്നതും ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്തല്ല? ഈക്വൽ അല്ല. ബിക്കോസ് ഇപ്പൊ ബി ഇൻറ്റു എ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരാം? ഫസ്റ്റ് സെറ്റ് ബിയിലെ എലമെന്റ് 3,1 ആയിരിക്കും ഫസ്റ്റ് വരാം. പിന്നെ 3,2. ഓക്കെ, പിന്നെ 4,1 4,2. ഓക്കെ അല്ല? അതിന്റെ ഓർഡറിന് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണോ ഫസ്റ്റ് അതിന്റെ എലമെന്റ് തന്നെ ഫസ്റ്റ് വരണം. ഓക്കെ അല്ലെ? രണ്ടാമത്തെ സെറ്റ് ആയിരിക്കുന്ന എലമെന്റ് ആയിരിക്കണം രണ്ടാമത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ഈ പ്രൊഡക്റ്റ് പറഞ്ഞത് ഓക്കെ അല്ലെ? രണ്ട് സെറ്റുകൾ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അതിനാണ് പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാനുള്ളത് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം രണ്ട് എന്തെങ്കിലും ഒരു ഓൾജിബ്രിക് ഫോർമാറ്റ് എയോ ബിയോ എക്സോ വൈയോ, അങ്ങനെ എക്സോ വൈയോ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഫംഗ്ഷൻ എന്ന് പറയുക. ആ റിലേഷനിൽ എനിക്കൊരു ആൻസർ കിട്ടും.
ഓക്കെ, ആ റിലേഷൻ വെച്ചിട്ട് എനിക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസറിനെയാണ് ഞാൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ അല്ലെ, ഈ റിലേഷൻ വെച്ചിട്ടുള്ള ഒരു 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 ഫൈനൽ ആയിട്ടുള്ള ഒരു സാധനം കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈസിക്വൽ ടു ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണെന്ന് വിചാരിക്കുക. ഇതൊരു ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ അത് കൺഫേം ചെയ്യാം. ഇപ്പൊ ഞാൻ എക്സിന് വാല്യൂ കൊടുക്കാണ്, ഈ എഫ് ഓഫ് എക്സിന് നമ്മൾ വൈ ആണ് എന്നുള്ള ഒരു അസംഷനും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഇക്വേഷൻ നമ്മൾ എന്താണ്, എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈക്ക് ഈക്വൽ ആണ്, വൈക്ക് സമാനമാണ് എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. ആ ഒരു കൺസെപ്റ്റും കൂടി വരുന്നുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈക്ക് ഈക്വൽ ആണെന്നുള്ളൊരു കൺസെപ്റ്റും കൂടി വരുന്നുണ്ട്. ഈ എഫ് ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ എക്സിന് 1 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരാം, 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 + 2 എന്ന് പറഞ്ഞാൽ 3, എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1. ഇതൊരു റിലേഷൻ അല്ലേ, അല്ല ഇത് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എക്സിന് വാല്യൂ എടുക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ ആൻസർ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, എഫ് ഓഫ് എക്സിന്റെ ആൻസർ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, 3 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇതെന്താണ്, ഒരു ഫംഗ്ഷൻ ആണ്. ഇതാണ് ഒരു ഫോർമാറ്റ്, നമുക്ക് ഫംഗ്ഷൻ ആണോ അല്ലേ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഇപ്പൊ ഗ്രാഫിക്കലി ഫംഗ്ഷൻ ആണോ അല്ലേ നമ്മൾ എങ്ങനെ നോക്കാം. ഒരു ഗ്രാഫ് ഉണ്ട്, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്, ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ട്. ഇത് ഫസ്റ്റ് വരച്ചിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ലേ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. എവിടാണ് എൻഡ് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിനെന്താ പറയാ, ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. കണ്ടിന്യൂ ചെയ്ത് പോയി എവിടെയും ക്രാക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫംഗ്ഷൻ ആണ്. ഇത് ഫംഗ്ഷൻ ആണോ, ഇത് ഫംഗ്ഷൻ അല്ല. ഓക്കെ അല്ലേ, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്, ഇത് ഫംഗ്ഷൻ ആണോ അല്ല. ഇതിനൊരു കണ്ടിന്യൂറ്റി ഇല്ല, കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ, ഫംഗ്ഷൻ ആവുള്ളൂ. ചെറിയൊരു കണക്ഷന്റെ ഇഷ്യൂ ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് സെറ്റ് ആയിരുന്നു. പ്രൊഡക്റ്റ് സെറ്റിൽ രണ്ട് സെറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു പ്രൊഡക്റ്റ് സെറ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. എ ഇൻറ്റു ബി എന്ന് പറയുന്നതും ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാലും ഈക്വൽ അല്ല. അതിൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട് 3,5 ആണ്, ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട് 2,3 ആണെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു ബി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഫസ്റ്റ് എയിലെ എലമെന്റ് 3, പിന്നെ ബിയിലെ എലമെന്റ് 2, പിന്നെ വീണ്ടും ഫസ്റ്റത്തെ എയിലെ എലമെന്റ്, പിന്നെ ബിയിലെ എലമെന്റ് 4. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ രണ്ടാമത്തെ 5, 5,2, 5,4. ഓക്കെ അല്ലേ. ഇങ്ങനെ എഴുതുന്നതിനാണ് പ്രോഡക്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് നോക്കാനുള്ള ടോപ്പിക് ആണ് ഫംഗ്ഷൻ. അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സും വൈയും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഫംഗ്ഷൻ എന്ന് പറയാം. ആ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടെണ്ണം തമ്മിലുള്ള x1 അല്ലെങ്കിൽ x2 തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ അല്ലേ. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലെ. ഫംഗ്ഷൻ ആണോ അല്ലേന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡുകൾ, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ അല്ലേ. ഇനി ഇതിൽ അടുത്ത് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹലോ, ചെറിയൊരു കണക്ഷന്റെ ഇഷ്യൂ ആയിരുന്നു.
ഹലോ, ചെറിയൊരു കണക്ഷന്റെ ഇഷ്യൂ ആയിരുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് സെറ്റിലായിരുന്നു. പ്രൊഡക്റ്റ് സെറ്റിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എയും രണ്ട് സെറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ഹലോ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഹലോ നമ്മൾ പറഞ്ഞു ഹലോ ഹലോ ചെറിയൊരു കണക്ഷന്റെ ഇഷ്യൂ ആയിരുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് പ്രൊഡക്റ്റ് സെറ്റിലായിരുന്നു. പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറയുന്നത് രണ്ട് സെറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞ സെറ്റും ബി എന്ന് പറഞ്ഞ സെറ്റും ഉണ്ടെന്നല്ല തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഹലോ ഫ്രണ്ട്സ്, ഹലോ, ചെറിയൊരു കണക്ഷന്റെ ഇഷ്യൂ ആയിരുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് സെറ്റിലാണ്. ഹലോ, ചെറിയൊരു കണക്ഷന്റെ ഇഷ്യൂ ആയിരുന്നു. നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് സെറ്റിലാണ്. പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ആണ് രണ്ട് സെറ്റുകൾ. ചെറിയൊരു കണക്ഷൻ ഇഷ്യൂ ആയിരുന്നു. നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് സെറ്റിലാണ്. ചെറിയൊരു കണക്ഷൻ ഇഷ്യൂ ആയിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് സെറ്റ് ആണ്. രണ്ട് സെറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. എ ഇൻറ്റു ബി എന്ന് പറയുന്നതും ബി ഇൻറ്റു എ എന്ന് പറയുന്നതും ഈക്വൽ അല്ല. അതേപോലെ തന്നെ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി ചെയ്താൽ എത്ര നമ്പർ ഓഫ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട് 1,3,6 ക്യൂ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട് 3,6. അപ്പൊ അങ്ങനെയാണ് പി ഇൻറ്റു ക്യൂ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഏതിലെ എലമെന്റ് എടുക്കണം? പിയിലുള്ള ഫസ്റ്റത്തെ എലമെന്റ് 1, പിന്നെ ക്യൂവിലുള്ള എലമെന്റ്. പിയിലുള്ള എലമെന്റ് തന്നെ ഫസ്റ്റ് വരണം, പിന്നെ ക്യൂവിലുള്ള എലമെന്റ്. ഓക്കെ അല്ലേ? പിന്നെ അടുത്തത് 3, 3,5. പിന്നെ അടുത്തത് 6, 6,3, 6,5. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ 1,3ക്ക് പകരം ഫസ്റ്റ് 1,5 ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ ഓർഡറിന് പ്രസക്തി ഇല്ല, പക്ഷെ ഇതെല്ലാം മൊത്തം വരണം. ഈ 6 വരണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് ഓർഡർ ആണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ അല്ലെ? ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണം തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബേസ് ആയിട്ട് പറയണത് അങ്ങനെയാണ്. ഇപ്പം എക്സും വൈയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. y = x² ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂല. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വൈക്ക് പകരം നമ്മൾ ഇവിടെ ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? f(x) എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ അല്ലെ? ഫംഗ്ഷൻ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുക? f(x). ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ ആണോ അല്ലേ എന്നൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഫംഗ്ഷൻ ആണോ അല്ലേ എന്നുള്ള കാര്യം നോക്കാന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യും. ഫംഗ്ഷൻ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുക? f(x) എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് മാപ്പിംഗ് ആണ്. ഫസ്റ്റ് നോക്കാനുള്ളതാണ് മാപ്പിംഗ്. ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ട്, ആ ഫംഗ്ഷന്റെ മാപ്പിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട് 1, 2, 3, 4 ആണ്. ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട് 1, 4, 9, 16 ആണ് ബി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് വരുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഞാൻ മാപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു റിലേഷൻ വേണം. റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ രണ്ട് സെറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വേണം, എന്നാൽ മാത്രമേ എനിക്ക് മാപ്പിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ മാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫംഗ്ഷൻ ആണെന്നാണ് അർത്ഥം. മാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫംഗ്ഷൻ ആണ്. ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ് f(x) = x². ഓക്കെ, f(x) = x². f(x) a tends to b ആണെന്ന് പറയാണ്. b tends to a എന്നും a tends to b എന്നും പറയാം. ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. x such that a tends to b. a എന്ന് പറയുന്നത് ബിയിലേക്ക് പോകുന്ന
ഒരു മാപ്പിംഗ് ആണ്. അപ്പൊ എന്ന് ബിയിലേക്കാണ് എനിക്ക് മാപ്പിംഗ് വരയ്ക്കേണ്ടത്. അപ്പൊ എക്സിന് ഞാൻ ഫസ്റ്റ് 1 എന്ന് കൊടുക്കാണ്. എക്സിന് ഞാൻ എയിലുള്ളത് വേണം ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് ബിയിലേക്കല്ല. അപ്പൊ സെറ്റ് എയിലുള്ള എലമെന്റ്സ് വേണം എക്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എയിലുള്ള എലമെന്റ് 1 കൊടുത്തപ്പോ എന്താ 1² എന്ന് പറഞ്ഞാൽ 1 കിട്ടി. 2 കൊടുത്താൽ 4 കിട്ടും. 3 കൊടുത്താൽ 9 കിട്ടും. 4 കൊടുത്താൽ 16. സ്ക്വയർ അല്ല, സ്ക്വയർ ചെയ്തപ്പോൾ ഈ വാല്യൂസ് കിട്ടും. ദാറ്റ് മീൻസ് എനിക്ക് മാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതിനാണ് എന്ത് പറയാ, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 4. ഓക്കെ, ഇതിന് പകരം ഇതാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് മാപ്പിംഗ് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഈ സെറ്റ് എന്ന് സെറ്റ് ബിയിലേക്ക് മാപ്പിംഗ് വരയ്ക്കാൻ വേണ്ടി പറ്റും? ഇല്ല, പറ്റില്ല. അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഇത് എന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇത് എന്തല്ല, ഫംഗ്ഷൻ അല്ല. എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ്. ഞാൻ ഇങ്ങനെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലോ ഒരു ഫംഗ്ഷൻ ആണ്. എക്സിന് 1, 2, 3 കൊടുക്കുകയാണെങ്കിൽ അതേ വാല്യൂ തന്നെ കിട്ടും. അപ്പൊ എനിക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലെ. ഇനിയിപ്പോ സപ്പോസ് സെറ്റ് ബിയിലുള്ളത് 1, 6, 16, 25 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 25 കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇതിന് വേറെയും കുറച്ച് ഡീറ്റെയിൽസ് കൂടെ 1, 1, on 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പഠിക്കാനുണ്ട്. പക്ഷെ ഇത് ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലെ. മാപ്പിംഗ് ഇപ്പൊ പോയിട്ടില്ല. ഇപ്പൊ ഇവിടെ 25 റിമൈൻഡിങ് വന്നു. പക്ഷെ എന്നാൽ പോലും ഇത് എന്താണ്, ഫംഗ്ഷൻ ആണ്. മാപ്പിംഗ് പോകുന്നുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു മാപ്പിംഗ് എങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താണ്, ഫംഗ്ഷൻ ആണ്. ഓക്കെ അല്ല, അതെന്താണ്, ഫംഗ്ഷൻ ആണ്. മാപ്പിംഗ് എന്താണെന്നും ഫംഗ്ഷൻ എന്താന്നുള്ള കാര്യം ചെറുതായിട്ടൊരു ഐഡിയ കിട്ടില്ലേ. ഇനി നമ്മൾ ഈ ചാപ്റ്റർ ഏകദേശം എൻഡ് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാവും. ഓക്കെ അല്ലെ. ഈ ചാപ്റ്ററിന്റെ എൻഡ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താണെന്നുള്ളത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ അല്ലെ. മാപ്പിംഗ് ചെയ്യൽ എങ്ങനെയാന്നുള്ള കാര്യം മനസ്സിലായല്ലേ. വാല്യൂ കൊടുക്കുക, ഓപ്പോസിറ്റ് എന്താണ് ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ മാപ്പിംഗ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മാപ്പിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് മാപ്പിംഗ്. ഓക്കെ അല്ലെ. ടൈപ്സ് ഓഫ് മാപ്പിംഗ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് വേരിയസ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ആട്ടോ. വേരിയസ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. ഇതിൽ ഫസ്റ്റ് പഠിക്കാനുള്ള ഫംഗ്ഷൻ ആണ് 1, 1 ഫംഗ്ഷൻ. എന്താണ് 1, 1 ഫംഗ്ഷൻ? 1, 1 ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ ഇവിടെ മാപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ മാപ്പിങ്ങിൽ ഇപ്പൊ എ എന്ന് പറഞ്ഞിട്ട് ഒരു 1, 2, 3, ഇവിടെ 4, 5, 6 എന്തെങ്കിലും ഒരു റിലേഷൻ പ്രകാരം ഞാൻ 1 ഇങ്ങനെ ആ മാപ്പിംഗ് വരച്ചു. അപ്പൊ ഇത് 1, 1 ആണോ അല്ലേ എന്നുള്ള കാര്യം നോക്കി. എങ്ങനെയാ വെച്ചാൽ ഈ എ എന്ന് പറഞ്ഞ സെറ്റ് എ ടെൻസ് ടു ബി എന്നാണല്ലോ. അപ്പൊ എയിലുള്ള എലമെന്റ്സിന് ബിയിലുള്ള എലമെന്റ്സിലേക്ക് മാപ്പിംഗ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇമേജ് എന്നാണ് പറയാ. എന്താ പറയാ, ഇമേജ് എന്നാണ് പറയാ. ബി എന്നുള്ളത് എയിലേക്ക് പോവാണെങ്കിലോ അത് പ്രീ ഇമേജ്. എന്താണ്, പ്രീ ഇമേജ്. ഓക്കെ അല്ലെ. ബി ടെൻസ് ടു എ ആവുന്ന സിറ്റുവേഷനിലല്ലോ. ഈ സിറ്റുവേഷനിൽ തന്നെ അങ്ങോട്ടേക്ക് ഇമേജ് എന്നും ഇങ്ങോട്ടേക്ക് പ്രീ ഇമേജ് എന്നുമാണ് പറയാം. ഓക്കെ അല്ലെ. അപ്പൊ ഇമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ എയിലുള്ള എലമെന്റ്സിനൊക്കെ ഇമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്താണ് പറയാ, അതിനെ നമ്മൾ പറയുന്നത് 1, 1 മാപ്പിംഗ് എന്നാണ്. അതിനെന്താ പറയാ, 1, 1 മാപ്പിംഗ്. ഇപ്പൊ സപ്പോസ് എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, 1, 2, 3, ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. ഇതന്നെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ തന്നെ ആണെന്നുണ്ടെങ്കിൽ, എക്സ് സ്ക്വയർ തന്നെ ആണെന്നുണ്ടെങ്കിൽ 1, 4, 9, 16 ആണെന്ന് വിചാരിക്കാം. ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ഈ സെറ്റിൽ 1, 4, 16, 25 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് എക്സിന് ഞാൻ 1 കൊടുക്കാണ്. 1 കൊടുക്കുമ്പോൾ 1 തന്നെ കിട്ടുന്നില്ലേ. അടുത്ത 2 കൊടുക്കാണ്. 2 കൊടുക്കുമ്പോൾ 4, 3 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, 9 നല്ല കിട്ടുക. അപ്പൊ 9ന് മാപ്പിംഗ് പോകുന്നുണ്ടോ? മാപ്പിംഗ് പോകുന്നില്ല. ഇവിടെ 9 ഇല്ലല്ലോ. അപ്പൊ 3ക്ക് മാപ്പിംഗ് പോകുന്നില്ല. ദാറ്റ് മീൻസ് 3ക്ക് ഇമേജ് ഇല്ല. എന്തില്ല, ഇമേജ് ഇല്ല എന്നല്ല അർത്ഥം. ഇമേജ് ഇല്ല എന്നല്ല അർത്ഥം. അപ്പൊ അതിനർത്ഥം ഇത് ഫംഗ്ഷൻ ആണ്. പക്ഷെ അത് എന്തല്ല, 1, 1 മാപ്പിംഗ് അല്ല. അതെന്തല്ല, 1, 1 ഫംഗ്ഷൻ അല്ല. അതെന്തല്ല, 1, 1 ഫംഗ്ഷൻ അല്ല. ഓക്കെ അല്ലേ. അത് 1, 1 ഫംഗ്ഷൻ അല്ല. 1, 1 ഫംഗ്ഷൻ അല്ല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. ഇതിന്ന് ഇതിലേക്ക് മാപ്പിംഗ് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതെന്ത് 1, 1 മാപ്പിംഗ്. ഇനിയിപ്പോ സപ്പോസ് ഇങ്ങനെയാണ് എക്സാമ്പിൾ എന്ന് വിചാരിക്കാം. 1, 2 എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. 1, 2 ആണ്. ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. 1, 4, -4 ആണെന്ന് വിചാരിക്കാം. അപ്പൊ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4ഉം -4ലേക്ക് ഞാൻ ആരോ കൊടുത്തു. ഈ 2ക്ക് 2 ഇമേജ് വന്നു. 2ക്ക് എന്ത് ചെയ്തു, 2 ഇമേജ് വന്നു. അപ്പൊ ഇത് 1, 1 ആണോ?
ഇതും 1 1 അല്ല, ഇതും എന്തല്ല 1 1 അല്ല, ഇതും 1 1 അല്ല. ക്ലിയർ എല്ലാ എലമെന്റ്സിനും ഫസ്റ്റത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് എന്താവുക 1 1 മാപ്പിംഗ് ആവുക. ഓക്കെ, എല്ലാത്തിനും ക്ലിയർ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് 1 1 മാപ്പിംഗ് ആവും, അല്ലെങ്കിൽ എന്താവില്ല 1 1 മാപ്പിംഗ് ആവില്ല. പക്ഷെ അത് ഫംഗ്ഷൻ ആണ്, അതെന്താണ് ഫംഗ്ഷൻ ആണ്. പക്ഷെ 1 1 മാപ്പിംഗ് ആവണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ഇമേജ് വരണം. ഓക്കെ അല്ലെ? ഇതാണ് ഫസ്റ്റ് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ഫംഗ്ഷനിൽ വരുന്നത് 1 1 ഫംഗ്ഷൻ. എന്താണ് 1 1 ഫംഗ്ഷൻ? 1 1 ഫംഗ്ഷൻ, 1 1 ഫംഗ്ഷൻ. അടുത്തത് ടൈപ്സ് ഓഫ് ഫംഗ്ഷനിൽ വരുന്നതാണ് ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ ഓക്കെ അല്ലെ? ഓൺ ടു ഫംഗ്ഷൻ 1 1 ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ഓക്കെ അല്ലെ? ഇനി ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. 1 2 3 4 ഉണ്ട്. ഇതിൽ 1 4 9 ആണ് വരുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. ഇത് സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കട്ടെ, റിലേഷൻ ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ എക്സാമ്പിളിൽ ഞാൻ എടുത്തിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്നേ ഉള്ളൂ. ചിലപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ആവാം, എക്സ് സ്ക്വയർ പ്ലസ് 4 അല്ലെങ്കിൽ എക്സ് പ്ലസ് 16, എക്സ് പ്ലസ് 2 ഇങ്ങനെയൊക്കെ ആവട്ടോ. എങ്ങനെയാവാം റിലേഷൻ? ഞാൻ എടുത്തിട്ടുള്ള എക്സാമ്പിൾ എക്സ് സ്ക്വയർ ആണെന്ന് മാത്രമാണ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണെന്നുണ്ടെങ്കിൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. ഇവിടെ ബി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഫുള്ളും കവർ ആയില്ലേ? ബി എന്ന് പറഞ്ഞിട്ടുള്ളത് ഫുള്ളും കവർ അല്ലേ? ദാറ്റ് മീൻ ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഇല്ലേ? ബിയിലുള്ള എല്ലാത്തിനും പ്രീ ഇമേജ് ഇല്ലേ? പ്രീ ഇമേജ് ഇല്ലേ? എ ടെൻസ് ടു ബി എന്നും പറയുന്നുണ്ട് ഡോസ്റ്റിൽ, എ ടെൻസ് ടു ബി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിയിലുള്ള എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓൺ ടു ഫംഗ്ഷൻ. അതിനെ പറയുന്ന പേരാണ് ഓൺ ടു ഫംഗ്ഷൻ. ഇപ്പൊ സപ്പോസ് 1 2 3 4 ഇതിൽ 1 2 4 ഇങ്ങനെ മാത്രമാണ് മാപ്പിംഗ് പോയിട്ടുള്ളത് എ എന്ന് ബിയിലേക്ക്. ഇതിന് 4ന് പ്രീ ഇമേജ് ഇല്ലല്ലോ, അപ്പൊ ഇത് എന്തല്ല? ഇത് 1 1 മാപ്പിംഗ് അല്ല. അതേപോലെ തന്നെ 2 എണ്ണം വരാണെന്നുണ്ടെങ്കിലും എന്തല്ല? ഇപ്പം സപ്പോസ് ഇങ്ങനെ 2 എണ്ണം വരാണ്, 2ന്നും 2ലേക്ക് ഉണ്ട്, 3ന്നും 2ലേക്ക് ഉണ്ട്. 2 പ്രീ ഇമേജ് വരാണെന്നുണ്ടെങ്കിലും എന്തല്ല? 1 1 മാപ്പിംഗ് അല്ല. ഓക്കെ അല്ല? ക്ലിയർ അല്ല പറഞ്ഞത്? ഒന്ന് റിമൈൻഡ് വരാണെന്നുണ്ടെങ്കിലും 2 എണ്ണത്തിൽ നിന്ന് ഒരു പ്രീ ഇമേജ് വരാണെന്നുണ്ടെങ്കിലും എന്തല്ല? 1 1 മാപ്പിംഗ് അല്ല. എല്ലാത്തിനും പ്രീ ഇമേജ് വരണം എന്നാണ് കണ്ടീഷൻ. ഇതിനാണ് 1 1 മാപ്പിംഗ് ആൻഡ് ഓൺ ടു മാപ്പിംഗ്. 1 1 മാപ്പിംഗ് എന്ന് പറയുന്നത് ഇമേജ് ഉള്ളതിനെ 1 1 മാപ്പിംഗ് എന്ന് പറയും, 1 1 മാപ്പിംഗ് എന്ന് പറയും. പ്രീ ഇമേജ് ഉള്ളതിനെ ഓൺ ടു മാപ്പിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഓൺ ടു ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ അല്ല? ഇനി ഇതിൽ ടൈപ്സ് ഓഫ് ഫംഗ്ഷനിൽ വരുന്ന ലാസ്റ്റതാണ് ഈക്വലന്റ് ഫംഗ്ഷൻ. ഈക്വലന്റ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫംഗ്ഷന് 1 1 ഫംഗ്ഷനും അതേപോലെ തന്നെ ആൻഡ് ഓൺ ടു ഫംഗ്ഷനാണ്. ഓൺ ടു ഫംഗ്ഷൻ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയാം ഈക്വലന്റ് ഫംഗ്ഷൻ എന്നാണ് പറയാം. ഈക്വലന്റ് ഫംഗ്ഷൻ എന്നാണ് പറയാം. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞിട്ടുള്ളത് ക്ലിയർ അല്ലേ? ഈ പറഞ്ഞിട്ടുള്ളത് ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോവേ. ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ക്ലിയർ ആണോ? 1 1 ഓൺ ടു ഈക്വലന്റ്. 1 1 ഓൺ ടു ആണ്. ഇപ്പൊ ഈ തന്നിട്ടുള്ള ഈ എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത് 4ന് ഇമേജ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് എന്തല്ല? ഈക്വലന്റ് ഫംഗ്ഷൻ അല്ല. ഇത് ഈക്വലന്റ് ഫംഗ്ഷൻ അല്ല. ഓക്കെ അല്ല? ഇനി അടുത്ത പഠിക്കാനുള്ളതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത പഠിക്കാനുള്ളതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 ഫംഗ്ഷനും അതേപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷനുമായിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ?
ഫംഗ്ഷനുമായിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്താ പറയുക ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓൺ ടു ഫംഗ്ഷനിൽ ഈ 4 എന്തല്ല, 4ന് ഇമേജ് ഇല്ല. 4 അവിടെ സിംഗിൾ, ഇത് 1 അല്ലല്ലോ, 1 അല്ല, പക്ഷെ ഇത് ഓൺ ടു ആണ്. അപ്പൊ ഇത് ബൈജക്റ്റീവ് ആണോ അല്ല, രണ്ടും ആണെങ്കിൽ മതി. ഇപ്പൊ 4ന് ഇവിടെ 16 ഉണ്ട്, ഇമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ് 1 ഓൺ ടു ആണ്. അപ്പൊ മാത്രമേ അതെന്താവുള്ളൂ ബൈജക്റ്റീവ് ആവുള്ളൂ. ഓക്കെ അല്ല, ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ അല്ല. 1 ഫംഗ്ഷന്, ഓൺ ടു ഫംഗ്ഷന്, ബൈജക്റ്റീവ് ഫംഗ്ഷന്. പ്രീ ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ 1 ഫംഗ്ഷൻ എന്ന് പറയും. പ്രീ ഇമേജ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ 1 ഫംഗ്ഷൻ. ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ 1 ഫംഗ്ഷൻ എന്ന് പറയും. ഇമേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് 1 ഫംഗ്ഷൻ അല്ല. പ്രീ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ, പ്രീ ഇമേജ് ഉണ്ട്, എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ് ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത് 1 ഫംഗ്ഷൻ ആണ്. 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെറ്റ് എഫ് സച്ച് ദാറ്റ് എ ടെൻസ് ടു ബി ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ എ ഹാവ് ഡിഫറെന്റ് ഇമേജ് ഇൻ ബി then f is said to be 1 or an injective function or mapping. ഓക്കെ അല്ലെ? എല്ലാത്തിനും ഡിഫറെന്റ് ഇമേജ് ഉണ്ട്. എല്ലാത്തിനും ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന് എന്താണ് നമ്മൾ പറയാ? 1 ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയാ? 1 മാപ്പിംഗ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ഓർ മാപ്പിംഗ് എന്ന് പറയും. 1 ഫംഗ്ഷൻ എന്ന് പറയും. 1 ഫംഗ്ഷൻ ക്വസ്റ്റ്യൻസിലൊക്കെ 1 ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിട്ട് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ളതൊന്നും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ 1 എന്തായാലും മനസ്സിലാക്കി വെക്കാം. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്നും കൂടെയുള്ള പേരും കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. എഫ് ഓഫ് x1ന് x1 എന്നും ഇവിടെ x2 എന്ന് അവർ ഉദ്ദേശിച്ചിട്ടുള്ള എക്സിനും വൈക്കുമാണ് കേട്ടോ. ഇത് 1 മാപ്പിംഗ് ആണോ? അല്ല. ഇനി അടുത്ത ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ. ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ. സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ വൈയിലുള്ളതിന് ഇതില് പ്രീ ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓൺ ടു അതേപോലെ തന്നെ 1 ആണെന്നുണ്ടെങ്കിൽ അതിന് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അടുത്ത എന്താണ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒറ്റ നമ്പറിലേക്കാണ് ഇമേജ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് സെറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ നമ്പർ മാത്രമേ റിപ്പീറ്റ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ അതിന് കോൺസ്റ്റന്റ് സെറ്റ് എന്ന് പറയും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമേജ് ഇമേജ് എന്ന് പറയുന്ന എല്ലാം ഒരു നമ്പറിലേക്കായിരിക്കും പോകുന്നുണ്ട്. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, 1 2 3 4 5. ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, 1 2 3 4 5. പക്ഷെ ഈ എയിലുള്ള എല്ലാ എലമെന്റിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയായിരുന്നു? 3 എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എന്താ പറയാ? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ഇനി ഈക്വൽ ഫംഗ്ഷൻ. ഈക്വൽ ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ട് വരാം. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഈക്വൽ ഫംഗ്ഷൻ ആണ്. ജി ഓഫ് എക്സ് ഈസിക്കൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഈക്വൽ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ഫംഗ്ഷനും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇൻവേഴ്സ് ഫംഗ്ഷനും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിതിനെ f-1 എന്ന് പറഞ്ഞിട്ടാ നമ്മൾ ഡിനോട്ട് ചെയ്യാം. എന്താ ഇൻവേഴ്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? f⁻⁻1 അല്ലെങ്കിൽ f⁻⁻⁻. ഓക്കെ അല്ലെ? f'-1 എന്നാണ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവും. ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഒന്നുകിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തരാം, അല്ലെങ്കിൽ y ഈസിക്കൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടായിരിക്കും തരുന്നുണ്ടാവും. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എക്സ് സ്ക്വയറിന്റെ ഇൻവേഴ്സ് എന്താ? √x. ഓക്കെ, എക്സ് ഇൻറ്റു 2ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും വരാ? x/2. x+2ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും വരാ? x-2. ഓക്കെ അല്ലെ? ഇതിങ്ങനെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ സപ്പോസ് തന്നിട്ടുള്ള ഇക്വേഷന് എക്സ് സ്ക്വയർ പ്ലസ് 2x/2 ആണ്. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഓക്കെ, ഡയറക്റ്റ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ x+2 ഒക്കെ തന്നാൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു y ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് ഈ ഇക്വേഷനെ y ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാം. x ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഈ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ 2y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x എന്നായി അല്ലെ? ഇനി ഇതിലെ ഈ എക്സിനെ കോമൺ ആയിട്ട് എടുത്തിട്ട്
കൊണ്ടുപോകാന്നുള്ളത് മീൻസ് ഇപ്പം 2y ഈസിക്കൽ ടു എക്സ്, എക്സിനെ രണ്ടിലെ എക്സ് കോമൺ, അപ്പൊ എക്സിനെ കോമൺ ആയിട്ട് എടുത്തു, എക്സ് പ്ലസ് 2 9 അല്ലെ. ഇനി അടുത്തത് ഈ എക്സ് ഈസിക്കൽ ടു എന്നുള്ള ഫോർമാറ്റിലേക്കാണ് എനിക്ക് മാറ്റേണ്ടത്. ഇനി എക്സ് പ്ലസ് ടുവിനെ ഞാൻ ഈക്വൽ ടുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പൊ എക്സ് ഈസിക്കൽ ടു 2y ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 9 അല്ലെ, എക്സ് പ്ലസ് 2 9. ഇനി ഞാൻ ഇതിനെ സെപ്പറേറ്റ് ആക്കി ചെയ്ത എക്സ് ഈസിക്കൽ ടു 2y ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2y ബൈ 2. ഓക്കെ അല്ലെ, ഇതിനെ ഞാൻ സെപ്പറേറ്റ് ആക്കി ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇനി എക്സ് ഉള്ളതിനെ ഞാൻ വീണ്ടും ഈക്വൽ ടു കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുപോയി ലാസ്റ്റ് എക്സ് മാത്രം, എക്സ് ഫുൾ ഈക്വൽ ടുന്റെ ഇപ്പുറത്തെ സൈഡിലും അല്ലാത്തത് ഇപ്പുറത്തെ സൈഡിലും ആക്കി എഴുതുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഇൻവേഴ്സ് എന്ന് പറയാം. ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. ഇൻവേഴ്സ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, പക്ഷെ എക്സസൈസിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ ചെയ്ത് നോക്കട്ടെ. അപ്പൊ സപ്പോസ് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും വരാം, y ഈക്വൽ ടു എഴുതാം, എക്സ് സ്ക്വയർ ഈക്വൽ ടു y മൈനസ് 2 എക്സ് ഈക്വൽ ടു റൂട്ട് y മൈനസ് 2 എന്ന് വരും. ഓക്കെ അല്ലെ, അങ്ങനെ തന്നിട്ടുള്ള ഫംഗ്ഷനെ നേരെ ഇൻവേഴ്സ് ആക്കി എഴുതുന്നതിനാണ് എന്ത് പറയാ, ഇൻവേഴ്സ്, അതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുക. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഒന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ y ഈസിക്കൽ ടു എന്നുള്ള ഫോർമാറ്റിൽ എഴുതിയിട്ട് എക്സ് ഈസിക്കൽ ടു എന്നുള്ള ഫോർമാറ്റിലേക്ക് ആൻസർ ആക്കാം. ഇതായിരിക്കും ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, അപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുള്ള എന്താന്നുള്ള, ഫസ്റ്റ് പാർട്ടിൽ എന്താ നോക്കിയിട്ടുള്ള എന്നുള്ള കാര്യം നോക്കി. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് സെറ്റ് എന്താന്ന് എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ എന്താന്നുള്ള കാര്യം നോക്കി. പിന്നെ മാപ്പിംഗ് എന്താന്നുള്ള കാര്യം നോക്കി. ഫംഗ്ഷനിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്പിംഗ് നോക്കി. 1-1 മാപ്പിംഗ്, ഓൺ ടു മാപ്പിംഗ്, ബൈജക്റ്റീവ് മാപ്പിംഗ്, അല്ലെങ്കിൽ 1-1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, എന്താണെന്നുള്ള കാര്യം നോക്കി. ഇനി അതേപോലെ തന്നെ ഇതിൽ പറയാൻ ഒരു കൺസെപ്റ്റും കൂടി ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമൈനും റേഞ്ചും. ഡൊമൈൻ റേഞ്ച്. അപ്പൊ മാപ്പിങ്ങിന്റെ കേസ് പറഞ്ഞല്ലോ, രണ്ട് മാപ്പിംഗ് ഉണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. എന്തോ റിലേഷൻ ഉണ്ട്, എന്തോ റിലേഷൻ ഉണ്ട്. ആ റിലേഷന്റെ പേരിൽ ഞാൻ മാപ്പിംഗ് ചെയ്യാണ്. മാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ നമ്പറിനാണോ ഇവിടുന്ന് മാപ്പിംഗ് പോയിട്ടുള്ള 1 2 3 4 അല്ലേ, അപ്പൊ ഈ 1 2 3 4 നമ്മൾ എന്താ പറയാ, ഡൊമൈൻ എന്ന് പറയാം. ഇവിടെ എന്തിനൊക്കെയാണ് ഇമേജ് കിട്ടിയിട്ടുള്ളത്, 8 9 10 അല്ലേ, അപ്പൊ 8 9 10 ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ എഫ് സച്ച് ദാറ്റ് എ ടെൻസ് ടു ബി എന്ന് പറയില്ല. അപ്പൊ എയിലുള്ള എലമെന്റിനാണ് നമ്മൾ ഡൊമൈൻ എന്നും ബിയിലുള്ള എലമെന്റിനെ റേഞ്ച് എന്നുമാണ് പറയാ. ബിയിലുള്ള എലമെന്റിന്റെ റേഞ്ച് എന്നുമാണ് പറയുക. ഇതാണ് ഒരു മെത്തേഡ്, ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഇതാണ്. ഇനി വേറൊരു മെത്തേഡ്, ഫംഗ്ഷൻ തന്നിട്ടാണ് നമ്മൾ ഡൊമൈനും റേഞ്ചും ചോദിക്കുന്നത്. എക്സ് സ്ക്വയർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ 10 ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ 20 എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20ന്റെയും 10ന്റെയും ഇടയിലാണ്. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന്റെ വാല്യൂന്നാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. ഓക്കെ അല്ലെ, 10 വരും, 11 വരും, 12 വരും, 13 വരും, 14 വരും, അങ്ങനെ 20 വരും. ഇതിനാണ് ഡൊമൈൻ എന്ന് പറയാം. ഈ എക്സിന്റെ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ ഈ എഫ് ഓഫ് എക്സിന് ഒരു വാല്യൂ കിട്ടൂലെ. എഫ് ഓഫ് എക്സിന് 10 എന്ന് കൊടുത്താൽ എന്തായിരിക്കും വരാ, 100. 11 കൊടുത്താൽ എന്തായിരിക്കും വരാം, 121. ഇങ്ങനെ വാല്യൂസ് കിട്ടൂലെ, അതിനാണ് എന്താ പറയാ, റേഞ്ച് എന്ന് പറയാം. ഓക്കെ അല്ലെ, ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിന് നമ്മൾ എന്തൊക്കെ വാല്യൂ കൊടുക്കുന്നുണ്ടോ അതിനാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് നമുക്ക് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അതിനാണ് റേഞ്ച് എന്ന് പറയാം. ഇതും ഡൊമൈനും റേഞ്ച് കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡാണ്. ഓക്കെ അല്ലേ, നമുക്ക് ചിലപ്പോൾ ഈ ഇതേമാതിരി മാപ്പിംഗ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക, ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലെ, എന്താണ് ഡൊമൈൻ, എന്താണ് റേഞ്ച് എന്നുള്ള കാര്യം ഓക്കെ അല്ലെ. നമ്മൾ എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കുന്നുണ്ടോ അതിനാണ് ഡൊമൈൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂവിനാണ് നമ്മൾ എന്താ പറയാ, റേഞ്ച് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റും കൂടി ഉണ്ട്, കൊഡൊമൈൻ. കൊഡൊമൈൻ എന്ന് പറയുന്നത് ഈ ഡൊമൈനും റേഞ്ചും കൂടി കൂട്ടി ചേർത്തിട്ടുള്ളതിനാണ് കൊഡൊമൈൻ എന്ന് പറയുക. ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും എന്താന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കട്ടോ. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഞാൻ ഡൊമൈൻ 1 2 3 4 ആന്ന് പറഞ്ഞു, റേഞ്ച് 8 to 9 ആണെന്ന് പറഞ്ഞു. കൊഡൊമൈൻ എന്തായിരിക്കും വരാം, കൺസെപ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഡൊമൈനും റേഞ്ചും കൂടി ഒന്നാക്കി എഴുതുന്നതിനാണ് 8 9 10. ഓക്കെ അല്ലെ, ഇതിനെ ഒന്നാക്കി എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, കൊഡൊമൈൻ എന്ന് പറയാം. ഓക്കെ അല്ലെ, ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ?
ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ മുന്നായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് വായിച്ച് നോക്കട്ടോ. വായിച്ചിട്ട് കൺസെപ്റ്റ് എന്താണെന്ന് ഓക്കെ ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 മിനിറ്റ് ഒന്ന് ഇതുവരെ എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടോ. നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സസൈസ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എ ഈസ് ഇക്വൽ ടു എക്സ് കോമ വൈ കോമ സെഡ്, ബി ഈസ് ഇക്വൽ ടു പി കോമ ക്യൂ കോമ ആർ കോമ എസ്, വിച്ച് ഓഫ് ദ റിലേഷൻ ഓൺ എ ടു ബി ആർ. എ എന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ഏതാണ് വരുന്നതെന്നാണ്, റിലേഷൻ ഏതാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. എ ടു ബി ആണ് പറഞ്ഞിട്ടുള്ളത്. എ ടു ബി. എ ടു ബി എന്ന് പറയുന്ന സമയത്ത് എ ടു ബി എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഏതായിരിക്കും വരാം, എയിലുള്ളതായിരിക്കും ഫസ്റ്റ് വരുന്നുണ്ടാവുക അല്ലെ. എയിലുള്ളതായിരിക്കും ഫസ്റ്റ് വരുന്നുണ്ടാവുക. എക്സ് വൈ സെഡ് അല്ലേ എയില് വരുന്നത്. അപ്പൊ അത് എക്സ്ന്ന് ബിയിലേക്ക് വരുന്ന സമയത്ത് എക്സ് കോമ പി അല്ലെ. എക്സ്ന്ന് വരുന്ന സമയത്ത് എക്സ് കോമ ക്യൂ. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റ് എഴുതുന്ന മാതിരി തന്നെയാണ് ഫംഗ്ഷന്റെ കാര്യത്തിൽ എഴുതുന്നുണ്ടാവുക. പക്ഷെ പ്രൊഡക്റ്റ് ആകുമ്പോൾ എല്ലാ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും വരണം. ഇതിന് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നാണ് പറയാം. പ്രൊഡക്റ്റ് എഴുതുമ്പോൾ എല്ലാ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും വരണം നിർബന്ധം. പക്ഷെ ഫംഗ്ഷനിൽ എല്ലാ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ അല്ലെ. എല്ലാ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും വരണമെന്ന് നിർബന്ധമില്ല. എന്ന് ബിയിലേക്കുള്ളതെന്ന് നോക്കുന്ന പറയുന്ന സമയത്ത് ഫസ്റ്റത്തെ ഓപ്ഷൻ എടുക്കാം. എക്സ് എന്ന് പിയിലേക്ക് ഉണ്ട്, എക്സ് എന്ന് ക്യൂയിലേക്ക് ഉണ്ട്, വൈ എന്ന് ആറിലേക്ക് ഉണ്ട്, സെഡ് എന്ന് എസിലേക്ക് ഉണ്ട് അല്ലെ. എക്സ് എന്ന് പിയിലേക്ക്, എക്സ് എന്ന് പിയിലേക്ക്, എക്സ് എന്ന് പിയിലേക്ക്, എക്സ് എന്ന് ക്യൂയിലേക്ക്, വൈ എന്ന് ആറിലേക്ക്, സെഡ് എന്ന് എസിലേക്ക്. അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇനി സി നോക്കുന്ന സമയത്ത് വൈ 3 വൈ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. ഒരേ ഫംഗ്ഷൻ ഒന്നും തന്നെ 2 എണ്ണത്തിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ഇമേജ് പോകുന്നുണ്ട്. എക്സിന് ഫസ്റ്റ് ഓപ്ഷൻ എയിലേക്ക് നോക്കുന്ന സമയത്ത് എക്ക് 2 ഇമേജ് ആണ് വരുന്നത്. എക്ക് 2 ഇമേജ് ആണ് വരുന്നത്. എക്സിന് 2 ഇമേജ് വരുന്നത്. പിയും ക്യൂവും വരുന്നുണ്ട്. ഇനി ഓപ്ഷൻ സിയിലേക്ക് നോക്കുന്ന സമയത്ത് വൈക്ക് 3 ഇമേജ് വരുന്നത്. പിയും ക്യൂവും 6ഉം വരുന്നുണ്ട്. പിയിലേക്ക് നോക്കുന്ന സമയത്ത് എക്സിന് 1 ഇമേജ് ഉള്ളൂ, വൈക്ക് 1 ഇമേജ് ഉള്ളൂ, സെഡിന് 1 ഇമേജ് ഉള്ളൂ. ക്യൂയിലേക്ക് നോക്കുന്ന സമയത്ത് ഡിയിലേക്ക് നോക്കുന്ന സമയത്ത് എക്സിനും വൈക്കും സെഡിനും 1 ഇമേജേ ഉള്ളൂ. 1 ഇമേജ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് എന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആവുന്ന സമയത്ത് എക്കൊക്കെ ഒരു ഇമേജ് മാത്രം വരാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ അല്ലെ. എക്കൊക്കെ 1 ഇമേജ് മാത്രമേ വരാൻ പാടുള്ളൂ. എക്ക് 1 ഇമേജ് വരാൻ വേണ്ടി പാടുള്ളൂ. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സെറ്റ് എക്ക് 1 ഇമേജ് മാത്രമേ വരാൻ വേണ്ടി പാടുള്ളൂ. അപ്പോഴാണ് അത് എന്താവുക, ഫംഗ്ഷൻ ആവുക. 2 ഇമേജ് വരുന്ന സമയത്ത് അതെന്തല്ല, ഫംഗ്ഷൻ അല്ല. ഇവിടെ ഞാൻ എഫ് ഈസിക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് കൊടുത്തു. എക്സിന് ഞാൻ 1 എടുത്തപ്പോൾ 1 + 2 ചെയ്തപ്പോൾ എനിക്ക് 3ഉം 4ഉം കിട്ടിയെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. അപ്പൊ അത് ഫംഗ്ഷൻ ആണ്. 2 വാല്യൂ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 2 വാല്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ, ഒരൊറ്റ വാല്യൂ മാത്രമേ കിട്ടാൻ വേണ്ടി പാടുള്ളൂ. അപ്പോഴേ എനിക്ക് ഫംഗ്ഷൻ ഞാൻ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എനിക്ക് വരയ്ക്കാൻ പറ്റും. 2 വാല്യൂ കിട്ടിയാൽ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, എക്സിന് 1 വാല്യൂ കിട്ടാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പൊ ഞാൻ 1 കൊടുത്തപ്പോൾ എനിക്ക് 3 കിട്ടിയെന്ന് വിചാരിക്കാം. 4 കൊടുത്തപ്പോഴും 3 കിട്ടി. അത് പ്രശ്നമല്ല, നമുക്ക് 2നും റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കാം. പക്ഷെ ഒരു ആൻസർ മാത്രമേ എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടി പാടുള്ളൂ. ദാറ്റ് മീൻസ് സെറ്റ് എക്ക് കൊടുക്കുന്ന സമയത്ത് എക്സിനും വൈക്കും സെഡിനും 1 ഇമേജ് മാത്രം വരാൻ വേണ്ടി പാടുള്ളൂ. എക്സിനും എക്സ് വൈ സെഡ് അല്ലെ. ഇവിടെ നോക്കുന്ന സമയത്ത് പി ക്യു ആർ എസ് ഇതിനൊക്കെ 1 ഇമേജ് മാത്രം വരാൻ വേണ്ടി പാടുള്ളൂ. എല്ലാത്തിനും ഇമേജ് വേണം നിർബന്ധമില്ല, പക്ഷെ 1 ഇമേജേ വരാൻ വേണ്ടി പാടുള്ളൂ. അതിനാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ബിക്ക് എക്സിനും വൈക്കും സെഡിനും 1 ഇമേജേ ഉള്ളൂ. ക്യൂക്കും ഓപ്ഷൻ ഡിക്കും എക്സിനും വൈക്കും സെഡിനും 1 ഇമേജ് ഉള്ളൂ. അപ്പൊ ബിയും ഡിയും ശരിയാണ്. ഓപ്ഷൻ ബി ഓർ ഡി ആണ് കേട്ടോ. ഓക്കെ അല്ലേ. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ക്യൂവും ശരിയാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ് കോമ വൈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 വേർ എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ ഈസ് എ നോട്ട് എ ഫംഗ്ഷൻ എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ 1 മാപ്പിംഗ് നൺ ഓഫ് ദിസ്. ഓക്കെ, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് കോമ വൈ ഉണ്ട്. എക്സ് പ്ലസ് വൈ എക്സും വൈയും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടാം? 5 ആണ് കിട്ടുക. അതിൽ എക്സും വൈ എന്ന് പറഞ്ഞാൽ എലമെന്റ് ഓഫ് ആർ ആണ്, റിയൽ നമ്പർ ആണ്. എക്സും വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ എക്സിന് ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഞാൻ 0 കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. എക്സിന് എക്സ് ഉണ്ട് വൈ ഉണ്ട്. എക്സിന് 0 കൊടുത്താൽ വൈക്ക് എന്തായിരിക്കും കിട്ടുക? വൈ ഈസ് ഈക്വൽ ടു 5
പ്ലസ് 5 മൈനസ് എക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഈ പ്ലസ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എക്സ് ആയില്ലേ, 5 മൈനസ് എക്സ്. അപ്പോൾ എക്സിന് 0 എടുക്കുകയാണെങ്കിൽ വൈക്ക് എന്തായിരിക്കും കിട്ടുക, 5 എന്ന് കിട്ടും. എക്സിന് ഞാൻ 1 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ വൈക്ക് 4 എന്ന് കിട്ടും. എക്സിന് 2 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ വൈക്ക് 3 എന്ന് കിട്ടും. എക്സിന് 3 ആണെങ്കിൽ 2, എക്സിന് 4 ആണെങ്കിൽ 1, എക്സിന് 5 ആണെങ്കിൽ 0 അല്ലെ. ഇങ്ങനെ കിട്ടും. ഏത് വാല്യൂ കൊടുത്താലും എന്ത് ചെയ്യും, എനിക്ക് ഇമേജ് ഉണ്ട് അല്ലെ. എല്ലാത്തിനും ഒരു ഇമേജിലുള്ള കിട്ടുള്ളൂ. എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും ഒരു ഇമേജിലുള്ള കിട്ടുള്ളൂ, 2 വാല്യൂ കിട്ടൂലല്ലോ എക്സിന്. ഇപ്പൊ ഞാൻ 5 കൊടുത്താൽ എനിക്ക് 2 വാല്യൂ ഇല്ല, ഒറ്റ വാല്യൂ 0 എന്ന് മാത്രമേ ഉള്ളൂ കിട്ടുന്നുള്ളൂ. 3 കൊടുത്താൽ 2, ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെന്തായാലും മാപ്പിംഗ് പോകുന്നുണ്ടല്ലോ അല്ലെ, ഇതിനൊക്കെ മാപ്പിംഗ് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതെന്താണ്, അതും ഫംഗ്ഷൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ ആണ്, പക്ഷെ ഫംഗ്ഷൻ അല്ല. അടുത്ത കോമ്പോസിറ്റ് ഫംഗ്ഷനും 1-1 മാപ്പിംഗും ആണ് പറയുന്നത്. 1-1 മാപ്പിംഗ് ആണല്ലോ അല്ലെ. ഇതിന് എക്സിനുള്ള എല്ലാത്തിനും ഇമേജ് ഉണ്ട് അല്ലെ, എക്സിനുള്ള എല്ലാത്തിനും ഇമേജ് ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ 6 എന്നാണ് കൊടുക്കുന്നത്, എക്സിന് 6 എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ -1, അപ്പോഴും എന്തുണ്ട്, ഇമേജ് ഉണ്ട് അല്ലെ. 1-1 മാപ്പിംഗ് ആണ് വരുന്നത്. എക്സിന് എല്ലാ എക്സിനും വാല്യൂ കൊടുത്താലും എനിക്ക് വൈക്ക് പ്രീ ഇമേജ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, 1-1 മാപ്പിംഗ് ആണ്. ഓക്കെ അല്ലേ, പറഞ്ഞിട്ടുള്ള കാര്യം ഓക്കെ അല്ലെ. 1-1 മാപ്പിംഗ് ആണ്, എല്ലാത്തിനും ഒരു പ്രാവശ്യമാണ്. ക്ലിയർ ആണോ, ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എക്സിലുള്ള എല്ലാത്തിനും എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും വൈക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. അത് ഒരു വാല്യൂ ആണ് കിട്ടുന്നത് അല്ലെ. 2 കൊടുക്കുന്ന സമയത്ത് തന്നെ 2 പ്രാവശ്യം 2 വാല്യൂ ആണ് കിട്ടുന്നത് അല്ല. ഇപ്പൊ എക്സിന് 2 എന്ന് കൊടുത്താൽ ഒരേ വാല്യൂ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പൊ അതെന്താണ്, 1-1 മാപ്പിംഗ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് x, y, x is equal to 4 where x, y element of r is a. എക്സും വൈ എന്ന് പറഞ്ഞാൽ എലമെന്റ് ഓഫ് ആർ ആണ്. എക്സിന്റെ വാല്യൂ 4 ആണെന്നാ പറയുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ 4 ആണെന്ന് പറഞ്ഞാൽ വൈന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ, വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂല അല്ല. എക്സ് 4 ആണെന്നുണ്ടെങ്കിൽ വൈന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തെങ്കിലും റിലേഷൻ ആണ് എക്സും വൈയും തമ്മിൽ ഇല്ല. അപ്പൊ അതെന്താണ്, നോട്ട് എ ഫംഗ്ഷൻ ആണ്. അതെന്താണ്, നോട്ട് എ ഫംഗ്ഷൻ ആണ്. എക്സ് അപ്പൊ ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ, എന്താണ് ഫംഗ്ഷൻ, എന്താണ് ഫംഗ്ഷൻ അല്ലാത്തതെന്നുള്ളത്. ഇനി അടുത്ത് എക്സ് വൈ, വൈ ഈസിക്കൽ ടു എക്സ് സ്ക്വയർ വേർ വൈ ആർ എലമെന്റ് ഓഫ് ആർ എന്ന് പറയുന്നത്. അപ്പം റിയൽ നമ്പർ ആണ്. എക്സും വൈയും എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്. പക്ഷെ അതെന്താണ്, നോട്ട് എ ഫംഗ്ഷൻ ആണോ, ഫംഗ്ഷൻ ആണോ, 1-1 മാപ്പിംഗ് ആണോ എന്നാണ് ചോദിക്കുന്നത്. എക്സിന് ഇപ്പൊ ഞാൻ 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വൈന്റെ ആൻസർ, എന്തായിരിക്കും വരാം, 1 തന്നെ ആയിരിക്കും വരാം. എക്സിന് 1 കൊടുത്താൽ വൈക്ക് 1, 2 കൊടുത്താൽ 4, 3 കൊടുത്താൽ 9. ഇങ്ങനല്ലേ പോ. എന്തായാലും ഫംഗ്ഷൻ ആണല്ലോ, ഫംഗ്ഷൻ ആണല്ലോ. ഇനി അടുത്ത് ഫംഗ്ഷൻ ആണല്ലോ. പിന്നെ എന്തൊക്കെ ഓപ്ഷൻസ് എന്താ, നോട്ട് എ ഫംഗ്ഷൻ, ഫംഗ്ഷൻ ഇൻവേഴ്സ് മാപ്പിംഗ്, നൺ ഓഫ് ദിസ്. ഇൻവേഴ്സ് മാപ്പിംഗ് അല്ലല്ലോ, നോട്ട് എ ഫംഗ്ഷനും അല്ലല്ലോ. അടുത്ത ഓപ്ഷൻ എന്താ, എ ഫംഗ്ഷൻ. എന്തായാലും ഫംഗ്ഷൻ അല്ല, മാപ്പിംഗ് പോകുന്നുണ്ട്, നമുക്ക് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, മാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഫംഗ്ഷൻ ആണ്. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ. ഇനി അടുത്ത അഞ്ചാമത്തെ എക്സ് വൈ, എക്സ് ലെസ് ദാൻ വൈ വേർ എക്സ് വൈ എലമെന്റ് ഓഫ് ആർ. എക്സിന് ഇപ്പൊ ഞാനൊരു വാല്യൂ കൊടുത്തു, 5 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വൈന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 5-നേക്കാളും കൂടുതലായിരിക്കും, 5-നേക്കാളും കുറവായിരിക്കും. എക്സിനാണ് കേട്ടോ ഞാൻ 5 എന്ന് കൊടുക്കുന്നത്. എക്സിന് 5 എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വൈന്റെ വാല്യൂ എന്തായിരിക്കും വരാം, 5ന്റെ വാല്യൂ എന്തായാലും എക്സിന് 5 എന്നാണ് കൊടുക്കുന്നത്, വൈക്ക് അറ്റ്ലീസ്റ്റ് 6 എങ്കിലും വരണം അല്ലെ. വൈക്ക് അറ്റ്ലീസ്റ്റ് 6 എങ്കിലും വരണം, അല്ലെങ്കിൽ 7, 8 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. വൈക്ക് 6, 7, 8, 9 അങ്ങനെ അങ്ങനെ വലിയ നമ്പർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ. അപ്പൊ എനിക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റുമോ വൈന്റെ വാല്യൂ എത്ര ആണെന്നുള്ളത്, ഏത് നമ്പറും വരും അല്ലെ. അപ്പൊ എനിക്ക് മാപ്പിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുമോ. ഞാനിപ്പോ എക്സിന് 5 കൊടുത്താണെന്നുണ്ടെങ്കിൽ വൈയിലേക്ക് ഇങ്ങനെ ഒരുപാട് മാപ്പിംഗ് ചെയ്യേണ്ടത്, എത്രയും നേരം ചെയ്യേണ്ടത്, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊരു ഫംഗ്ഷൻ ആണോ, അതൊരു ഫംഗ്ഷൻ അല്ല. ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ, ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ ആണോ, ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡൊമൈൻ ഓഫ് 1,7, 2,6. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്നും പറയാം, വൈ എന്നും പറയാം. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ. നമ്മളൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററിൽ പോയിന്റ് ചെയ്യുന്ന സമയത്ത് എക്സ് വൈ എന്നല്ല നമ്മൾ എപ്പോഴും ചെയ്താൽ, അല്ലെങ്കിൽ ഫസ്റ്റത്തെ നമ്പർ ആയിരിക്കുമല്ലോ എക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സെറ്റ് എയിൽ ഏതൊക്കെ ആയിരിക്കും വരാം, 1ഉം 2ഉം അല്ലേ. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരാം, 1ഉം 2ഉം ആയിരിക്കും വരാം.
ഓക്കെ അല്ലെ, 1ഉം 2 ആയിരിക്കും വരാം. സെറ്റ് എയിൽ എന്തൊക്കെ ആയിരിക്കും വരാം, 1ഉം 2ഉം. സെറ്റ് ബിയിലായിരിക്കും 7ഉം 6ഉം വരാം അല്ലെ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ്, ഇതൊരു മനസ്സിലാക്കിയൊക്കെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് അങ്ങനെയാണ്, അത് ഫാക്റ്റ് ആണ്, കൺസെപ്റ്റ് അല്ല കേട്ടോ, ഇതൊരു ഫാക്റ്റ് ആണ്. ഡൊമൈൻ റേഞ്ച് എന്ന് പറയുന്നത് ഫാക്റ്റ് ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. അതേപോലെ തന്നെ വൈന്റെ വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല, ഒരു ആൻസർ കിട്ടില്ല. ആൻസറിനാണ് നമ്മൾ എന്ത് പറയാ, റേഞ്ച് എന്ന് പറയാം. ഓക്കെ അല്ല, റേഞ്ച് എന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് ഫസ്റ്റത്തെ നമ്പർ ആയിരിക്കും എന്ത് പറയാം, ഡൊമൈൻ എന്ന് പറയാം. രണ്ടാമത്തെ നമ്പർ ആയിരിക്കും റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റേഞ്ച് ഓഫ്, ഈ തന്നിട്ടുള്ളതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈന്റെ വാല്യൂ എന്ന് രണ്ടാമത് വരുന്നത് 0 അല്ല വാല്യൂ വരുന്നത്. 4 പ്രാവശ്യം 0 വരുന്നുണ്ടെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണോ കറക്റ്റ്? അല്ല, റിപ്പീറ്റേഷന് കാര്യമില്ല കേട്ടോ. 0 ബി ആണ് വരിക, ഓപ്ഷൻ ബി ആണ്. 0 മാത്രമാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം 0 എടുത്താൽ മതി. 4 പ്രാവശ്യം വരുന്നതെന്ന് വെച്ചിട്ട് 4 പ്രാവശ്യം 0 എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ തന്നെ റേഞ്ച് ഇപ്പൊ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 1 1. അപ്പം 1 1,2 1,3 ആണ്. അങ്ങനെയാണ് റേഞ്ച് എന്തായിരിക്കും, ഒരു 1 എടുത്താൽ മതി. ഡൊമൈൻ എന്താ വരാ, ഒറ്റ 1 എടുത്താൽ മതി. 2 പ്രാവശ്യം 1,1 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം മാത്രം 1 എടുത്താൽ മതി. ഇനി റേഞ്ച് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നോക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം മാത്രം എടുത്താൽ മതി. ഓക്കെ അല്ലേ. ദ ഡൊമൈൻ ഇൻ റേഞ്ച് ഓഫ് എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വെർ എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ ഈസ്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡൊമൈനും റേഞ്ചും എന്തായിരിക്കും വരാന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. എക്സിന്റെ വാല്യൂ എന്തൊക്കെ ആയിരിക്കും വരാ, എക്സിന്റെ വാല്യൂ റിയൽ നമ്പർ അല്ലെ, എക്സിന്റെ വാല്യൂ റിയൽ നമ്പർ ആയിരിക്കും വരാ. വൈന്റെ വാല്യൂ എന്തായിരിക്കും വരാ, റേഞ്ച് എന്തായിരിക്കും വരാ, റേഞ്ച് എന്തായിരിക്കും വരാ, സ്ക്വയർ അല്ലേ ചെയ്യുന്നത്, സ്ക്വയർ ചെയ്ത് എന്തായിരിക്കും കിട്ടുക, നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് പോസിറ്റീവ് അല്ലേ കിട്ടുള്ളൂ, അപ്പൊ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ് കിട്ടുക, ഓപ്ഷൻ ബി. ഓക്കെ അല്ലെ, നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് സ്ക്വയർ ചെയ്താൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ അല്ലെ, ക്ലിയർ അല്ലേ. ലെറ്റ് ദ ഡൊമൈൻ, ഇതിങ്ങനെ വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കി, ഇതൊക്കെ കൺസെപ്റ്റ് സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ മനസ്സിലാക്കി എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ എല്ലാം വായിച്ച് നോക്കുക, അർത്ഥം മനസ്സിലാക്കുക, പിന്നെ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക, ആൻസർ നോക്കുക. ഓക്കെ അല്ലേ. ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് ദ ഡൊമൈൻ ഓഫ് എക്സ് ബി ദ സെറ്റ് 1 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഗീവ്സ് വാല്യൂ ഈക്വൽ ടു 1. ഈ തന്നിട്ടുള്ള സെറ്റിന്റെ ഡൊമൈന് എക്സിന്റെ വാല്യൂ വരുന്നത് 1 ആണ്, ഡൊമൈന് വരുന്നത് 1 ആണ്, എക്സിന് 1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നിട്ടുള്ള ഫംഗ്ഷനിൽ ഏതാണ് 1ന് ഈക്വൽ ആയിട്ട് വരുന്നതെന്നാണ്. ഇപ്പൊ ഞാൻ ഓപ്ഷൻ എ എടുക്കാണ്. എഫ് ഓഫ് എക്സിന് 1 കൊടുത്താൽ എന്താ വരാ, 1 എന്ന്. ജി ഓഫ് എക്സിന് 1 കൊടുത്താൽ എന്താ വരാ, 1 എന്നാണ് വരാ അല്ലെ. 1 എന്ന് കിട്ടുന്നില്ല, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി വേണമെങ്കിൽ ഓപ്ഷൻ ബി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഫംഗ്ഷൻ ആണോ, ഇവിടെ എക്ക് 1 എന്ന് കൊടുത്താൽ ഇവിടെ ഈ ഇക്വേഷൻ എനിക്ക് എക്സിന്റെ വാല്യൂ കിട്ടോ, ഇല്ല. എക്ക് എന്തെങ്കിലും വാല്യൂ കൊടുത്താൽ എക്സിന്റെ വാല്യൂ കിട്ടോ, ഇല്ല. അപ്പൊ ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ സിയിലെ കൊടുക്കുന്ന സമയത്ത് എക്സിനെ 1 കൊടുക്കാണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 + 1 2 2 + 2 4 എന്നാണ് വരുന്നത്. ജിയിലാണെന്നുണ്ടെങ്കിൽ 1 + 1 2 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും. ഇവിടെ 4 അല്ല കിട്ടുന്നത്, 1 കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഓപ്ഷൻ സിയും അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യന്, 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് if f of x is equal to 1/1 - x, f - 1 is. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/1 - x ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f - 1ന്റെ വാല്യൂ എന്തായിരിക്കും വരാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, എക്സിന്റെ സ്ഥലത്ത് -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ എന്താണ്, എക്സിന്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 1/1 - 1 എന്നാവും. എക്സിന് പകരം എന്ത് കൊടുക്കുക, -1 എന്ന് കൊടുക്കുക. -1 എന്ന് കൊടുക്കുമ്പോൾ മൈനസും മൈനസും കൂടി പ്ലസ് ആവും. ദാറ്റ് മീൻസ് 1/2 1 + 1 എന്നാവും. ഈ മൈനസും മൈനസും കൂടി എന്താവും, പ്ലസ് ആവും. 1 + 1 എന്നാണ് 2, അപ്പൊ 1/2 എന്ന് വരും. 1/2 എന്നാണ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ. ഇനിയിപ്പോ സപ്പോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എഫ് ഓഫ് 2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതല്ലോ, എക്സിന്റെ സ്ഥാനത്ത് നേരെ 2 എന്ന് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, if g of x is equal to x - 1/x, g of -1/x. നേരത്തെ ചെയ്ത സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ കേട്ടോ. g of x എന്ന് പറഞ്ഞാൽ x - 1/x ആണ്. g of -1/2 എന്താണ് വരാന്ന്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സിന് പകരം എന്ത് കൊടുക്കുക, -1/2 എന്ന് കൊടുക്കുക. എക്സിന് പകരം എന്ത് കൊടുക്കുക, -1/2 -1/2 -1 / 1 -1/2 എന്ന് വരും. ഓക്കെ അല്ലെ. ആരെയും ഒന്നും കൂടി മൈനസ് ചെയ്യുന്നതുകൊണ്ട് -1.5 എന്ന് കിട്ടും അല്ലെ.
വേണമെങ്കിൽ ഹാഫിന് വരെ നമുക്ക് 0.5 എന്ന് എടുക്കാം. മൈനസ് മൈനസ് കൂടെ എന്താവും -1.5 എന്നാവും. കാൽക്കുലേറ്ററിൽ കൊടുക്കട്ടോ. -0.5 -1 എന്ന് കൊടുത്താൽ -1.5 എന്ന് കിട്ടും. -0.5 എന്നാവും. ഓക്കെ അല്ലെ. ഈ മൈനസും ഈ മൈനസും ക്യാൻസൽ ആവും. ഈ 1/2 ഞാൻ 0.5 എന്ന് കൊടുത്താട്ടോ. ഈ മൈനസും ക്യാൻസൽ ആയി പോവും. ആൻസർ 3 എന്ന് വരും. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് 1.5 ഡിവൈഡ് ബൈ 0.5 എന്ന് അടിച്ചാൽ 3 എന്ന് കിട്ടും കേട്ടോ. ഓപ്ഷൻ 3 എന്ന് കിട്ടേ. ഓക്കെ അല്ലെ. ആൻസർ 3. 1.5 ഡിവൈഡ് ബൈ 0.5 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലെ. ഇനി അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യന് എഫ് ഓഫ് എക്സ് ഈസിക്വൽ ടു 1/1 - എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈസിക്വൽ ടു x - 1 ഡിവൈഡ് ബൈ എക്സ് ദെൻ ജി ഓഫ് എക്സ് ഈസിക്വൽ ടു. ഇവരെന്ത് ചെയ്തിട്ടില്ല? കൺസെപ്റ്റ് പറയുന്നിടത്ത് ഈ കോമ്പോസിഷൻ ഫംഗ്ഷൻ പറഞ്ഞിട്ടില്ല. എഫ് കോമ്പോസിഷൻ ജി. ഓക്കെ അല്ലെ. നമ്മളിത് എഫ് ഓഫ് ജി എന്നാണ് വായിക്കുന്നത്. എന്താ വായിക്കുക? ഫോഗ് എന്നൊന്നും വായിക്കരുത്. ചിലർ ഇതിനെ ഫോഗ് എന്നൊക്കെ വായിച്ചു കേട്ടത്. എന്താണ്? എഫ് ഓഫ് ജി എന്നാണ് വായിക്കുക. എഫ് ഓഫ് ജി ഓഫ് എക്സ്. അതേപോലെ തന്നെ എന്താ വായിക്കുക? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടെ എനിക്ക് സ്പേസ് വന്നാട്ടെ. ശരിക്കും ഇവിടെ സ്പേസ് ഇല്ല കേട്ടോ. ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ജി ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എഫ് ഓഫ് ജി ഓഫ് എക്സ് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് x+2 ആണെന്ന് വിചാരിക്കാം. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് x+2 ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലെ. ഇത് രണ്ട് ഫംഗ്ഷൻ ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഓഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഓക്കെ. എഫ് ഓഫ് ജി ഓഫ് എക്സിന്റെ അർത്ഥം എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x+2 സ്ക്വയർ അല്ലെ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് x+2 ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് -1 കാണാൻ പറഞ്ഞപ്പോ നമ്മൾ എന്താ ചെയ്തത്? എക്സിന് പകരം -1 എന്നാക്കി അല്ലെ. അപ്പൊ ആൻസർ 1 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് x+2 ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x+2 അല്ല. അപ്പൊ x+2 ഈ എക്സിന് പകരം ഈ തന്നിട്ടുള്ള ഈ എക്സിന് പകരം എന്ത് കൊടുക്കാം? x+2 എന്ന് കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് എന്ത് കൊടുക്കുക? എക്സിന് പകരം എന്ത് കൊടുക്കുക? x+2 സ്ക്വയർ എന്ന് കൊടുക്കുക. പിന്നെ അടുത്ത ബാക്കി +2 ഇല്ല. +2 അതേപോലെ തന്നെ എഴുതാം. ഇപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? x+2 സ്ക്വയർ +2. എക്സിന് പകരം അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വേറൊരു എക്സാമ്പിളും കൂടി എടുക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് x² ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് x+3 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ x² + 3 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഓക്കെ. ജി ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കുക? x² + 3 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലെ. ഇനി ഇവിടെ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലെ. ഈ എക്സിന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? മൊത്തത്തിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നേരത്തെ നമ്മൾ എഫ് ഓഫ് 2 കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു? ഈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 4 എന്ന് ആൻസർ കിട്ടി അല്ലെ. അപ്പൊ ഈ എക്സിന് പകരം എന്താ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ അല്ലെ. അപ്പൊ എന്തായിരിക്കും എനിക്ക് കിട്ടുക? ഈ എക്സ് അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. x² + 3. ഈ എക്സിന് പകരമാണ് ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ ഒരു സ്ക്വയറും കൂടി ഉണ്ട്. ആ സ്ക്വയർ അതേപോലെ തന്നെ എഴുതാം. ഇതിനാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഇനി എഫ് ഓഫ് ജി ഓഫ് എക്സും അതേപോലെ തന്നെ ജി ഓഫ് എഫ് ഓഫ് എക്സും ഈക്വൽ അല്ല കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് കണ്ടുപിടിക്കാം? ജി ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ജി ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ജി ഓഫ് എഫ് ഓഫ് എക്സ് കാണുന്ന സമയത്ത് ജി ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x². അപ്പൊ ജി ഇൻറ്റു x² അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ള ഈ ജി ഓഫ് എക്സിൽ ഈ എക്സിന്റെ വാല്യൂ ഉണ്ടല്ലോ. ഈ എക്സിന്റെ വാല്യൂക്ക് എന്ത് കൊടുക്കുക? ഈ x² എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്തായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? x² സ്ക്വയർ. ആ എക്സിന് പകരം ഡയറക്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. +3. ഓക്കെ. അപ്പോഴാണെങ്കിൽ x⁴ + 3 എന്നാവും. ഓക്കെ അല്ലെ. ഇത്രയും പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇതാണ് എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യന് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 - x. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/1 - x
ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1/x. ഓക്കെ അല്ല, ഇതാണ് രണ്ടെണ്ണം വരുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ അല്ലേ? അപ്പൊ എഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഓക്കെ അല്ലേ? അപ്പൊ ജി ഓഫ് എക്സിന് പകരം ജി ഓഫ് എക്സിന്റെ വാല്യൂ കൊടുക്കുകയാണ് എക്സ് മൈനസ് 1/x. ജി ഓഫ് എക്സിന് പകരം ഡയറക്റ്റ് ഇതെടുത്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എഴുതിയെന്നേ ഉള്ളൂ. ഇനി അടുത്ത് എഫ് ഓഫ് എക്സിൽ വരുന്ന ഈ എക്സ് ഇല്ലേ, ഈ എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കണം? ഇത് കൊടുത്താൽ മതി, വേറെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ എക്സിന് പകരം എന്ത് കൊടുക്കുക? ഇത് അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുക, ഇത് അതേപോലെ തന്നെ ഇവിടെ കൊടുത്താൽ മതി. ബാക്കി അതേപോലെ തന്നെ എഴുതാം. ബാക്കി 1ഉം 1/1 - അതേപോലെ തന്നെ എഴുതാം. ഓക്കെ അല്ലെ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 - എക്സ് ആണ്. എക്സിന് പകരം എന്ത് കൊടുക്കുക? എക്സ് മൈനസ് 1/x. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? 1/1 - x മൈനസ് 1/x എന്നായി. ഇത് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ, ഫ്രാക്ഷൻസ് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഈ ഡിവൈഡ് ബൈ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 1 - x മൈനസ് 1/x അല്ലേ? ഈ എക്സും ഈ 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ്, ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. ഈ 1 ഇൻറ്റു എക്സ് മൈനസ് 1 തന്നെ ആവും, ഡിവൈഡഡ് ബൈ എക്സ് എന്നാവും. ഓക്കെ അല്ലേ? വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു പേജ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തന്നെ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 - x, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1/x. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 - എക്സും ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1/x ആണ്. ഓക്കെ അല്ലേ? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് ജി ഓഫ് എക്സിന് പകരം എക്സ് മൈനസ് 1/x എന്ന് എഴുതി. എഫ് ഓഫ് എക്സിന്റെ ഇത് അതേപോലെ തന്നെ എഴുതി. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. എഫ് ഓഫ് എക്സിന്റെ അത് ഞാൻ അതേപോലെ തന്നെ ഇതാണ്. അതിൽ എക്സിന് പകരം എന്ത് ചെയ്താണ്? എക്സ് മൈനസ് 1/x എന്ന് എഴുതി. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇതാണ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിന്റെ അർത്ഥം. നമുക്ക് ഓപ്ഷനിലായിട്ട് ഇത് മാച്ച് ആകാത്തതുകൊണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്നാണ് അസ്യൂം ചെയ്യുക. എക്സ് ഇൻറ്റു 1 എക്സ്, 1 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് എന്നാവും. അല്ല, ഇത് ഫ്രാക്ഷൻ അല്ലേ? ഈ ഫ്രാക്ഷൻ എന്താവും? നേരെ മുകളിലേക്ക് പോകും അല്ലെ? നേരെ മുകളിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ ഈ മൈനസ് ഇതിനും ബാധകമാണ്. അപ്പൊ എക്സ് മൈനസ് എക്സ് പ്ലസ് 1 എന്നാവും അല്ലെ? എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 0. ഇതും ക്യാൻസൽ ആയി പോലെ. ഈ പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് ഡിവൈഡ് ബൈ 1 എന്ന് പറയുന്നതും എക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലേ? അപ്പൊ ആൻസർ വരാ എക്സ്. ഓപ്ഷനിൽ എക്സ് ഉണ്ടോ? 12ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ എക്സ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ എക്സ്. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എഫ് ഓഫ് എക്സ് ഈസിക്വൽ ടു 1/1 - x ആൻഡ് ജി ഓഫ് എക്സ് ഈസിക്വൽ ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ്, ദെൻ ജി ഓഫ് എക്സ് ഈസ്. ഓക്കെ അല്ലേ? ഇപ്പൊ ചെയ്തിട്ടുള്ള സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നേരത്തെ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിരുന്നു, ഇപ്പൊ ജി ഓഫ് എക്സ് ആണ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഈസിക്വൽ ടു 1/1 - x, ജി ഓഫ് എക്സ് ഈസിക്വൽ ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ് വരാന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് ജി ഇൻറ്റു എഫ് ഓഫ് എക്സ്. ജി എഫ് ഓഫ് എക്സ് അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എഴുതി കൊടുക്കുക, 1/1 - x. ഇനി ജി ഓഫ് എക്സിൽ എക്സ് വരുന്ന സ്ഥലത്ത് ഫുള്ളും 1/1 - x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എക്സ് മൈനസ് 1/1/x ആണെന്ന് വരുന്നത് അല്ലെ? ഇങ്ങനെയാണ് ശരിക്കും ജി ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ ഈ എക്സിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്? ഈ 1/1 - x എന്ന് എഴുതി കൊടുക്കാണ്. ഓക്കെ അല്ലേ? 1 - x എന്ന് എഴുതി കൊടുത്തു. ഓക്കെ. ഇനി ഇതിലെ അടുത്തത് ക്രോസ് മൾട്ടിപ്പിൾ ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. 1 ഇൻറ്റു 1 1 മൈനസ് 1 - x ഇൻറ്റു 1 1 - x ഡിവൈഡ് ബൈ 1 - x ഇൻറ്റു 1
1 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ അല്ലെ? ഈ 1 മൈനസ് എക്സും ഈ 1 മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം. പിന്നെ മുകളിൽ എന്താ ഉണ്ടാവുക? ഈ മൈനസ് 1നും മൈനസ് എക്സിനും ബാധകമാണ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 മൈനസ് 1 പ്ലസ് എക്സ് എന്നാവും. ഓക്കെ, ഡിവൈഡ് ബൈ 1. ഡിനോമിനേറ്ററിൽ 1 അല്ലേ ഉള്ളൂ, ബാക്കിയുള്ളൂ. 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0. ഡിനോമിനേറ്ററിൽ 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ദാറ്റ് മീൻസ് എക്സ് തന്നെ ആൻസർ വരും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ വരാം എക്സ്. ആൻസർ വരെ എക്സ്, ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 2x ഈസ്. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 2x ഈസ്. 2x എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷന് 1 മാപ്പിംഗ് ആണോ, 1 മെനി ആണോ, മെനി 1 ആണോ, നൺ ഓഫ് ദിസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. 2x എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും വരാം? എക്സിന് 1 എന്ന് കൊടുത്താൽ എഫ് ഓഫ് എക്സ് 2, 2 എന്ന് കൊടുത്താൽ എഫ് ഓഫ് എക്സ് 4, 3 എന്ന് കൊടുത്താൽ 8. എല്ലാത്തിനും മാപ്പിംഗ് വരുന്നില്ലേ? എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും മാപ്പിംഗ് കിട്ടൂലേ? ഇപ്പൊ 1.5 കൊടുത്താൽ പോലും വാല്യൂ കിട്ടും, 1.2 കൊടുത്താൽ പോലും വാല്യൂ കിട്ടും അല്ലെ? എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും കിട്ടൂലേ? ദാറ്റ് മീൻസ് അത് 1 അല്ലേ? എക്സിന് എല്ലാ എക്സിനും എന്തുണ്ട്? ഇമേജ് ഉണ്ടല്ലോ, എല്ലാ എക്സിനും ഇമേജ് വരുമല്ലോ. അത് 1 അല്ലേ? പിന്നെ അത് ഓൺ ടു ആണോ എന്നുള്ള കാര്യം നമ്മളോട് ചോദിച്ചിട്ടില്ല. 1 മെനി 1 അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനേ ഇല്ല. എന്തായാലും 1 ആണെന്നുള്ള കാര്യം കൺഫേം ആണല്ലോ. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദ range of the function f of x is equal to log 10 1 plus x for the domain of real value of x when 0 less than or equal to x less than or equal to 9. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഡൊമൈൻ എന്തായിരിക്കും വരാന്നാണ് ചോദിക്കുന്നത്. ഡൊമൈന് അതിന്റെ വാല്യൂ 0 - 9 ഇടയിലാണെന്നുണ്ടെങ്കിൽ റേഞ്ച് എന്തായിരിക്കും വരാന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തൊക്കെ ആയിരിക്കും വരാന്നാണ് ചോദിക്കുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണല്ലോ. അപ്പൊ ഞാൻ 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും? ലോഗിന് ഞാന് ലോഗ് 10 1 പ്ലസ് എക്സ് ആണ്. അപ്പൊ ഞാൻ എക്സിന് ഏറ്റവും ചെറുത് എനിക്ക് 0 അല്ല കൊടുക്കാം. 0 മുതൽ 9 വരെ എനിക്ക് എക്സിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരാം? ലോഗ് 10 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1. ലോഗിന് 1 വന്നാൽ ആൻസർ എന്തായിരിക്കും വരാം? 0 അല്ലെ? ഏത് ലോഗിന് താഴെ ബേസിൽ എന്തോ ആയിക്കോട്ടെ, ലോഗ് 1ന്റെ വാല്യൂ എന്താ വരാ? 0. നമ്മൾ ലോഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് എക്സിന് മാക്സിമം ഏത് വരെ കൊടുക്കാൻ പറ്റും? 9 വരെ കൊടുക്കാൻ വേണ്ടി പറ്റും. ലോഗിന് 9, എക്സിന് 9 എന്ന് കൊടുത്താൽ 9 + 1 10, 10 ബേസും ഇതും സെയിം ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും വരാ? 1. ലോഗ് എ ഇസ് ഈക്വൽ ടു 1. ഓർമ്മ ഉണ്ടല്ലോ പറഞ്ഞത്? ലോഗരിതം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതായിട്ട് ഈ കാര്യങ്ങളൊക്കെ. a raised to 1 വരുമ്പോഴാണ് എ വരെ. ഈ സാധനത്തിനാണ് നമ്മൾ ലോഗ് എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ക്വസ്റ്റ്യനിലുള്ള വാല്യൂല് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ഏറ്റവും ചെറിയ എക്സിന് ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ടുള്ള 0 കൊടുക്കുന്ന സമയത്ത് ആൻസർ 0 എന്നാണ് കിട്ടുന്നുള്ളത്. എക്സിന് മാക്സിമം 9 കൊടുക്കാൻ പാടുള്ളൂ. 9 കൊടുക്കുമ്പോൾ 1. അപ്പൊ ലോഗിന്റെ ഇതിന്റെ വാല്യൂ, എഫിന്റെ വാല്യൂ ഏത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെ ആയിരിക്കും? 0 to 1 വരെ ആയിരിക്കും. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 to 1 വരെയാണ് കിട്ടുന്നത് അല്ലെ? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 to 1 വരെ. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ, 0 to 1 വരെയാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റിന്റെ അർത്ഥം അതാണ് കേട്ടോ. ഇതെന്താണ്? ഇത് സെറ്റ് ആണെന്നാണ് അർത്ഥം. ഇത് സെറ്റ് അല്ലല്ലോ. നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. ബാക്കി ഇപ്പോ നമുക്ക് എക്സിന് 1 2 3 4 8 വരെ കൊടുത്താൽ ഇതിന്റെ ഇടയിൽ എന്നായിരിക്കും വാല്യൂ വരുന്നുണ്ടാവാം. ഓക്കെ അല്ലെ? 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും റേഞ്ച് വരുന്നുണ്ടാവാം. അതിനാണ് ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊണ്ട് അവർ ഉദ്ദേശിച്ചുള്ളത്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് 0 to 1 വരെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. എക്സിന് ഓരോ വാല്യൂ കൊടുത്തു, എന്നിട്ട് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതറിയണം? ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് അറിയണം. ഓക്കെ അല്ലെ? അത് കഴിഞ്ഞിട്ട് 16ാമത്തെ ക്വസ്റ്റ്യന് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓൾറെഡി എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തന്നിട്ടുള്ള സൈൻ എല്ലാം ഇപ്പൊ ഇൻറ്റു ആണെങ്കിൽ ഡിവൈഡ് ആണെങ്കിൽ ഇൻറ്റു ആക്കുക, പ്ലസ് ആണ് മൈനസ് ആണ് പ്ലസ് ആക്കിയിരുന്നതിനാണ് എന്ത് പറയാ? ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എഫ് ഓഫ് എക്സ് 2x ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും വരാ? x/2 ആയിരിക്കും. അതിനെ നേരെ ഇൻവേഴ്സ് ആക്കിയാൽ മതി. x/2, ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത് എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ x+3ഉം ജി ഓഫ് എക്സിന്റെ വാല്യൂ x² ആണ്. എങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്തായിരിക്കും വരാന്നാണ് ചോദിക്കുന്നത്. എഫ് ഓഫ് എക്സ് x+3ഉം ജി ഓഫ് എക്സ് x² ആണ്. ഓക്കെ,
എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് ത്രീയും ജി ഓഫ് എക്സ് എക്സ് സ്ക്വയറും ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ത്രീ ആണ്. അപ്പൊ ഈ എഫിന്റെ എക്സിന് പകരം എന്ത് കൊടുക്കുക, ഇവിടെ അല്ല എക്സിന്റെ വാല്യൂ കൊടുക്കുക. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എന്നാണ് ആൻസർ വരാം. എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എന്നാണ് ആൻസർ വരാം. എക്സ് സ്ക്വയർ പ്ലസ് ത്രീ, ഓപ്ഷൻ എ. ക്ലിയർ അല്ല പറഞ്ഞത്? ഓക്കെ. ഇനി അടുത്ത ഇഫ് എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് ത്രീ ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ദെൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ത്രീ ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഈ കുത്തിന്റെ അടുത്ത് ഇൻറ്റു എന്നാട്ടോ. മുന്നേക്കും കുറെ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളൂ. കുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റു എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക, എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ ചെയ്താൽ മതി. ഡയറക്റ്റ് നമ്മൾ എങ്ങനെയാണോ നോർമൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക മൾട്ടിപ്ലൈ, അതേപോലെ തന്നെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ ഇൻറ്റു ത്രീ പ്ലസ് ത്രീ എക്സ് സ്ക്വയർ. ഇതാണ് ആൻസർ വരും. സിമ്പിൾ ആണ്. പക്ഷെ ഈ കൺസെപ്റ്റ് അറിയാത്തവർ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടാന്ന് അറിയാത്തവര് എന്ത് ചെയ്യും, അവിടെ സ്റ്റെക്ക് ആയി പോകും. അപ്പൊ അതിന് പകരം നോക്കിയിട്ട് പോട്ടെ. എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ. ഓക്കെ അല്ലെ? ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻവേഴ്സ് എച്ച് റേസ് ടു മൈനസ് വൺ. ഇൻവേഴ്സ് എച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് 10x. ലോഗ് 10xന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലോഗ് 10x എന്ന് പറഞ്ഞാല് സപ്പോസ് y ആണെന്ന് അസ്യൂം ചെയ്യാം. y ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസിക്കൽ ടു എന്നുള്ള ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ലോഗ് എന്ന് പറഞ്ഞ ലോഗ് 10xന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. y ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ലോഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ്, 2⁻³ എന്ന് പറഞ്ഞാൽ 8 ആണെന്നുണ്ടെങ്കിൽ ലോഗ് ടു ദ ബേസ് 2 8 ഈസിക്കൽ ടു 3 എന്നാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പവറിലുള്ളതാണ് നമുക്ക് ആൻസറിലായിട്ട് വരാം. നമുക്ക് ഇവിടെ ഉള്ള നമ്പർ ആയിരിക്കും ബേസ് ആയിട്ട് വരാം. ദാറ്റ് മീൻസ് 10 ബേസ് ആയിരിക്കും, y പവറിൽ വരാണെന്നുണ്ടെങ്കിൽ x ആയിരിക്കും ആൻസർ വരാം. അല്ലേ? അല്ല, അങ്ങനല്ലേ ഇതിന്റെ ഫോർമാറ്റ് പോയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 10⁻⁵. y അല്ല, നമ്മൾ ഏത് ഫോർമാറ്റിലാണ് റെപ്രസെന്റ് എക്സ്. ഇത് കിട്ടിയിട്ടുള്ള ആൻസറിൽ y എക്സ് ഈസിക്കൽ ടു എന്നുള്ള ഫോർമാറ്റിൽ ആക്കിയതിന് ശേഷം ആ yക്ക് പകരം എന്തെന്ന് കൊടുക്കും, എക്സ് എന്ന് കൊടുക്കും. 10⁻x ആണ് നമ്മളുടെ ആൻസർ. ഇത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എളുപ്പമാർഗത്തിന് വേണ്ടി മാത്രമാണ് y എന്ന് കൊടുക്കുന്നത്. നമ്മൾ എന്താണോ കൊടുത്തിട്ടുള്ളത് എക്സ് എന്നുള്ള ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലേക്ക് ആക്കാം. നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണോ അതിന് പകരം എക്സ് എന്ന് തന്നെ കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ല? അതിന്റെ ഇൻവേഴ്സ് എടുക്കാം. ഇനി അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യന്, ഫോർ ദ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് ഈസിക്കൽ ടു 10⁻1 പ്ലസ് എക്സ്, ദ ഡൊമൈൻ ഓഫ് റിയൽ വാല്യൂ ഓഫ് എക്സ് വർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ദ റേഞ്ച് ഈസ്. ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എക്സ് ആണ്. എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് 10⁻1 പ്ലസ് എക്സ് ആണ്. 10⁻1 പ്ലസ് എക്സ് ആണ്. ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 0, എക്സിന്റെ വാല്യൂ 0 and 9 ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എന്തായിരിക്കും വരുന്നത്? റേഞ്ച് ഈസ് എന്നാണ് ചോദിക്കുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എക്സിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 into 1 ഇടയിൽ. അപ്പൊ എക്സിന് ഞാൻ ഫസ്റ്റ് 1 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 0 ആണ് കൊടുക്കുക. ഏറ്റവും ചെറുത് 0 അല്ല, 0 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 10⁻1. ദാറ്റ് മീൻസ് 10 എന്നായിരിക്കും കിട്ടാം അല്ലെ? ഇനി 1 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 + 1 2. 10⁻2 എന്ന് പറഞ്ഞാൽ 100. അങ്ങനെ പോകും. മാക്സിമം എനിക്ക് എത്ര വരെ കൊടുക്കാൻ പറ്റും? എക്സിന് 9 വരെ കൊടുക്കാൻ വേണ്ടി പറ്റും. 9 കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും വരാം? 1 + 9 10. 10⁻10 എന്നല്ല ലാസ്റ്റ് വരാം അല്ലെ? ദാറ്റ് മീൻസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 to 10⁻10 വരെ ആയിരിക്കും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഡയറക്റ്റ് അവരത് കൊടുത്തിട്ടുണ്ട്. എച്ച് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 to 10⁻10 വരെയാണ്. ഇപ്പൊ ഏകദേശം ഡൊമൈനും റേഞ്ച് എന്താണെന്ന്, അത് എങ്ങനെ കണ്ടുപിടിക്കാന്നും ഫംഗ്ഷൻ എന്താന്നൊക്കെ ഉള്ളൊരു ഐഡിയ ആയിട്ടില്ല. എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കാന്നുള്ളൊരു മെത്തേഡ് മനസ്സിലായല്ലോ. ഓരോ ക്വസ്റ്റിനും ഓരോ മെത്തേഡിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഓരോ ക്വസ്റ്റിനും ഓരോ മെത്തേഡിലാണ് ഉള്ളത്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ചെയ്ത് കഴിഞ്ഞ് ഈ ഭാഗം ഒക്കെ ആയതിന്റെ ശേഷം മാത്രം ഇനി അടുത്തത് കാണാം കേട്ടോ. ഓക്കെ അല്ലേ?